2017 ഇതിനെക്കുറിച്ച് ഇവനിപ്പോ ചിലപ്പോൾ സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും, ബോഡി കോൺട്രിങ്ങും ബോഡി ഷേപ്പിങ്ങും ചെയ്യുന്നുണ്ടാവും. എന്നാലും നമുക്കറിയില്ല. അവർ വന്നത് അവർക്ക് ഈ ഭാരം കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ പറയും, സി ദിസ് ഈസ് നോട്ട് എ വെയിറ്റ് ലോസ് പ്രൊസീജിയർ, ദിസ് ഈസ് നോട്ട് എ വെയിറ്റ് ലോസ് പ്രൊസീജിയർ, ഇറ്റ്സ് എ ബോഡി ഷേപ്പിംഗ് ആൻഡ് ബോഡി കോൺട്രോളിംഗ് പ്രൊസീജിയർ. അത്രയേ ഉള്ളൂ. ഒരു ഡെലിവറി കഴിഞ്ഞ് 6 മാസം കൊണ്ടൊരു ആർട്ടിസ്റ്റ് തിരിച്ചു വരുന്നു, പണ്ടത്തെ പോലെ തന്നെ അവരുടെ ബോഡി ഷേപ്പ് ഇരിക്കുന്നു. നമ്മളൊക്കെ എത്ര പണിയെടുത്തിട്ടും ഇതിനകത്തേക്ക് എത്തുന്നില്ലല്ലോ. ഇപ്പൊ എന്നെ പറഞ്ഞല്ലോ, ഇതൊക്കെ സെലിബ്രിറ്റീസ് അല്ലേ ചെയ്യുന്നത്, പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. ഓവർ ദി പാസ്റ്റ് 8 years 9 years കൊണ്ട് ഞങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലും ഞങ്ങൾ ഓസ്ട്രേലിയയിലായിരുന്ന സമയത്ത് ബിക്കിനി ഇടുന്നവരാണ് ഇത് കൂടുതലും ചെയ്യുന്നത്, ഷോ ചെയ്യണം. അപ്പൊ എന്റെ മൈൻഡ് സെറ്റ് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന നാട്ടിൽ എന്തിനാ, നാട്ടിൽ ആരെങ്കിലും ചെയ്യുമോ. സ്റ്റാർട്ടഡ് വിത്ത് നോൺ സർജിക്കൽ ആയിട്ടുള്ള ബോഡി കോൺടോറിങ് മെഷീൻസും കാര്യങ്ങളും. പക്ഷെ വന്ന് പെട്ടവരോ ഒബീസ് ആയിട്ടുള്ളവര്, വയറ് ചാടിയവര്, വീട്ടമ്മമാര്. വി മൈറ്റ് ഹാവ് റിമൂവ് മേ ബി ലൈക്ക് 4 liters or 5 liters. നമ്മുടെ സർജിക്കൽ ടീം അത്രയായിരിക്കും റിമൂവ് ചെയ്തിരിക്കുന്നത്. ബട്ട് അത് 4 to 5 liters of fat depends on the cases. അത്ര മാറ്റി കഴിയുമ്പോഴത്തേക്കും ആ സൈക്കിൾ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി. അറബ്സിനെ ടാർഗറ്റ് ചെയ്താണ് ശരിക്കും പറഞ്ഞ മെറ്റലോൺസ് ഞങ്ങൾ ഇട്ടത്. മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി അതല്ല അതിന്റെ മാർക്കറ്റ്. ഇന്ത്യ തന്നെ, കേരളം തന്നെ, ഇറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ്. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്ന വ്യക്തി കഥയേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ആ ഒരു സെഗ്മെന്റിലെ ഇൻസൈറ്റ്സുകളെ കുറിച്ചായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു മെറ്റ്ലോഞ്ചസ് എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിന്റെ സാരഥി. ഇന്ന് മെറ്റ്ലോഞ്ചസ് മാത്രമല്ല, ആ ഒരു സെഗ്മെന്റിൽ ഡോൾച്ചി എന്ന് പറയുന്ന പുതിയൊരു ബ്രാൻഡ് കൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംരംഭകൻ ഡോക്ടർ ജോസഫ് തോമസ്. സ്വാഗതം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ആദ്യം ടെക്സ്റ്റ് ചെയ്യുന്ന 2021 കാലഘട്ടത്തിലാണ്. അന്ന് മുതലൊരു ആഗ്രഹമാണ് ഡോക്ടറെ എൻ്റെ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കിട്ടണമെന്ന്. ആ ആഗ്രഹത്തിന് എന്താ പറയുക, ഒരു കാലഘട്ടമുണ്ട് വരാൻ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഇന്നാണ് നമ്മുടെ സമയം എന്നല്ലേ. എല്ലാവർക്കും അറിയാവുന്ന മെറ്റ്ലോഞ്ചസ് ഇപ്പം സോഷ്യൽ മീഡിയ വൈറലായതിനു ശേഷം, സോഷ്യൽ മീഡിയ ഇത്രയും ആളുകളുടെ മുന്നിൽ ഇത്രയും ഓപ്പൺ അപ്പ് ആയതിനു ശേഷം എന്താണ് മെറ്റ്ലോഞ്ചസ് എന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് വേണ്ടി വരില്ല. എന്നാലും എൻ്റെ ചോദ്യം, കാലത്തിന് മുന്നേ സഞ്ചരിച്ച സംരംഭകനായിട്ടാണ് എനിക്ക് ഡോക്ടറെ തോന്നിയിരിക്കുന്നത്. 2017 കാലഘട്ടത്തിൽ തിരുവല്ല പോലത്തെ ഒരു ചെറിയ നഗരത്തിൽ, വലിയ നഗരമാണെങ്കിലും കമ്പയർ ടു കൊച്ചി, ഒരു ചെറിയ നഗരത്തിൽ ബോഡി കോണ്ടറിങ്ങിനും ബോഡി ഷേപ്പിങ്ങിനും വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുക, എന്തായിരുന്നു ആ ധൈര്യം? അത് ഒരു ഗട്ട് ഫീലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് അവയർനെസ് ഉണ്ടെങ്കിൽ വരും എന്ന് ഒരു ധാരണയുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ തിരുവല്ല എന്ന് പറയുന്ന ഞങ്ങൾക്കൊരു ബിൽഡിങ്ങും, നമുക്ക് അവിടെ എക്സിസ്റ്റിംഗ് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. വാടക കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഈ പറഞ്ഞ എസ്തെറ്റിക്കിനെ കുറിച്ച് നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ഫ്ലറിഷ്ഡ് അല്ല. അപ്പം ഐ ഡിഡ് മൈ ഫെലോഷിപ്സ് ആൻഡ് ഓൾ ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ. പല രാജ്യങ്ങളിൽ, നമ്മുടെ നാട്ടിൽ തന്നെ അണ്ടർ പ്ലാസ്റ്റിക് സർജൻസ് ഒക്കെ കുറച്ച് ഫെലോഷിപ്സ് ഒക്കെ ചെയ്തു. പുറത്തൊക്കെ പോയി തിരിച്ചു വന്നു, സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് ഈ കൊറോണ അടിക്കുന്നത്. കൊറോണയ്ക്ക് തൊട്ട് മുന്നെയാണ് ഞങ്ങൾ ആക്ച്വലി ബോഡി ഷേപ്പിംഗ് ബോഡി കോൺടോറിങ്ങിലേക്ക് ഞങ്ങൾ തിരിയുന്നത്. ഒരുപാട് പൈസയൊക്കെ മുടക്കി എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്തു. US-ന്റെ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. അങ്ങനെ നിൽക്കുമ്പോൾ കൊറോണ അടിച്ചു. അതും കൂടെ കഴിഞ്ഞപ്പോൾ തീരുമാനമായി. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഇപ്പം അന്ന ചോദിച്ചത്, വൈ തിരുവല്ല, വല്ലവരൊക്കെ വരുമോ, ഇതൊക്കെ ചെയ്യുമോ? കാര്യം NRI ഹബ്ബാണ്. ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ ടേംസിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഫോറിൻ രാജ്യത്തു നിന്ന് വരുന്ന എമൗണ്ട് വരുന്നതാണ് നമ്മുടെ പത്തനംതിട്ട ഇതിൽ തിരുവല്ല. പക്ഷെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കാര്യത്തിന് ഇറ്റ്സ് നോട്ട് നല്ലൊരു മാർക്കറ്റ് അല്ല. എങ്കിലും ഓവർ ലൈക്ക് ഓൾമോസ്റ്റ് എ ഡെക്കേഡ് ആയപ്പോൾ ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റി, നല്ല പ്രൊസീജിയറും നല്ല ട്രീറ്റ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എവിടെ നിന്നും വരും. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരുവല്ലക്കാരല്ല ഞങ്ങളുടെ കസ്റ്റമേഴ്സ്. മേ ബി 2% or 1% മാത്രമാണ് തിരുവല്ലക്കാർ. ഞങ്ങൾക്ക് എൻറ്റയർ കേരള, സ്പെഷ്യലി ഫ്രം നോർത്ത് കേരള, നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. പ്ലസ് NRIs ഉണ്ട്. ഈവൻ അതർ സ്റ്റേറ്റ്സിൽ നിന്നും ആൾക്കാർ ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. സോ മെറ്റ്ലോഞ്ചസിന് വൈ തിരുവല്ല എന്ന് പറയുന്ന ചോദ്യത്തിന് ഇറ്റ്സ് നോട്ട് അബൌട്ട് തിരുവല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ വി ഡു ദാറ്റ്. ഞങ്ങളുടെ സുഹൃത്തുണ്ട് പനമ്പള്ളി നഗറിലൊരു വലിയ ജ്വല്ലറി ഷോപ്പാണ് പറയുമ്പോൾ. പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു ജ്വല്ലറി ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഞങ്ങൾ ചോദിച്ചു എക്സ്പാൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ എന്നോട് പറയും,
ലോകത്തിന്റെ എല്ലാ സ്ഥലത്തുനിന്നും എൻ്റെ കടയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി പോകുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ അതൊരു വലിയ മാറ്റമാണ്. അതൊരു വലിയ മാറ്റത്തിനൊക്കെ ഒരു വലിയ ധൈര്യമാണ്. പിന്നെ അവയർനെസ് ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം ഓവർ ഇത്രയും നാളുകൾ കൊണ്ട് ഒരു വളരെ വലിയ മാറ്റം ഉണ്ടായി. എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നും നമ്മുടെ ബോഡിയെ കുറിച്ചിട്ടും നമ്മുടെ മെറ്റബോളിസം എന്താണ്, ബോഡി എന്താണ്, മെറ്റബോളിസം എന്ന് ഒരു 10 years ബാക്ക് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജിമ്മ് പോവാം എന്നൊക്കെയുള്ള രീതിയിലേ പറയുള്ളൂ. ഇന്ന് എന്താണ് മെറ്റബോളിസം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം എന്നുള്ള ഒരുപാട് അവയർനെസ് ആൾക്കാർക്ക് ഉണ്ടായി. അത് പവർ ഓഫ് സോഷ്യൽ മീഡിയ. പക്ഷെ എന്റെ ചോദ്യം അവിടെയാണ്, 2017 ഇതിനെക്കുറിച്ച് ഇവനിപ്പോ ചിലപ്പോൾ സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും, ബോഡി കോൺട്രിങ്ങും ബോഡി ഷേപ്പിങ്ങും ചെയ്യുന്നുണ്ട്, എന്നാലും നമുക്കറിയില്ല. അപ്പൊ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഒരു ഡെലിവറി കഴിഞ്ഞ് 6 മാസം കൊണ്ടൊരു ആർട്ടിസ്റ്റ് തിരിച്ചു വരുന്നു, പണ്ടത്തെ പോലെ തന്നെ അവരുടെ ബോഡി ഷേപ്പ് ഇരിക്കുന്നു, നമ്മളൊക്കെ എത്ര പണിയെടുത്തിട്ടും ഇതിനകത്തേക്ക് എത്തുന്നില്ലല്ലോ എന്ന്. ഈ 2017 എന്ന് പറഞ്ഞതിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ആ സമയത്ത് എങ്ങനെ നമുക്ക് മെറ്റലോജിസ്റ്റിലെ പേഷ്യൻസിനെ ഉണ്ടാക്കിയെടുത്തു? വളരെ നല്ല ചോദ്യമാണ്. ഞാൻ ആക്ച്വലി പെട്ടുപോയതാ. ഞാൻ തുടങ്ങിയപ്പോൾ വി വേർ ടാർഗറ്റിംഗ് മെഡിക്കൽ ടൂറിസം. അപ്പം ഞാൻ മെഡിക്കൽ ടൂറിസം എന്നുള്ള രീതിയിൽ നമ്മൾ ഒമാനിലും 1-2 സ്ഥലങ്ങളിലൊക്കെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് വി വേർ ഇമാജിനിങ്, അതാണ് ഞങ്ങളുടെ പ്ലാൻ, മെഡിക്കൽ ടൂറിസം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ കേരള മെഡിക്കൽ ടൂറിസം ഫെഡറേഷൻ ഫോറം അവരൊക്കെ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നു. സോ നമ്മുടെ പുറത്തുനിന്നുള്ള അറബികളെയും അങ്ങനെയുള്ളവരെയും അറബ്സിനെ ടാർഗറ്റ് ചെയ്താണ് ശരിക്കും പറഞ്ഞ മെഡലോസ് ഞങ്ങൾ ഇട്ടത്. മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി അതല്ല അതിൻ്റെ മാർക്കറ്റ്. ഇന്ത്യ തന്നെ, കേരളം തന്നെ, ഇറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ്. ഇന്ന് ഞങ്ങൾ ടു ബി ഓണസ്റ്റ് മേ ബി 5% താഴെയാണ് ഞങ്ങൾ മെഡിക്കൽ ടൂറിസം ഞങ്ങൾ കേറ്റർ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ മെഡിക്കൽ ടൂറിസം അല്ലെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് വരുന്നവരെ കേറ്റർ ചെയ്യുന്ന അതേ എഫേർട്ട്, ടൈം മതി നമുക്ക് നമ്മുടെ ആൾക്കാർ 2-3 പേര് നമുക്ക് അതേ ടൈമിലും അതേ എഫേർട്ടിന് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അവയർനെസ് കൂടി നമ്മുടെ ആൾക്കാർക്ക് ഇതെല്ലാം ചെയ്യണമെന്നായി. നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം അന്ന പറഞ്ഞല്ലോ, ഇതൊക്കെ സെലിബ്രിറ്റീസ് അല്ലേ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. ഓവർ ദി പാസ്റ്റ് പറഞ്ഞ പോലെ 8 years 9 years കൊണ്ട് ഞങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലും ഞങ്ങൾ ഓസ്ട്രേലിയയിലായിരുന്ന സമയത്ത് ബിക്കിനി ഇടുന്നവരാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. ഷോ ചെയ്യണം, കാണിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന നാട്ടിലാരെങ്കിലും ചെയ്യുമോ ഇതൊക്കെ, ബോഡി ഷേപ്പിംഗ്, ബോഡി കോണ്ടൂർ, നാട്ടിലാരും ചെയ്യില്ല എന്നൊരു ധാരണയിലാണ് ഞാൻ നാട്ടിൽ വന്നത്. സ്റ്റാർട്ടഡ് വിത്ത് നോൺ സർജിക്കൽ ആയിട്ടുള്ള ബോഡി കോണ്ടൂറിങ് മെഷീൻസും കാര്യങ്ങളും എടുത്തു. പക്ഷെ വന്ന് പെട്ടവരോ ഒബീസായിട്ടുള്ളവർ, വയറ് ചാടിയവർ, വീട്ടമ്മമാർ, അംഗനവാടി ടീച്ചേഴ്സ്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരുടെ ഭാര്യമാർ, ഇങ്ങനെയുള്ളവരാണ് വന്നു വിടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്പർ 1 ചാലഞ്ച്, നോൺ സർജിക്കൽസ് വോണ്ട് വർക്ക് വിത്ത് ദം. പരാജയപ്പെട്ടു, അവിടെ പണി കിട്ടി, ഒരുപാട് അൺഹാപ്പി പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം മനസ്സിലായി ടെക്നോളജി അല്ല ചതിച്ചത്, നമ്മുടെ തോട്ട് പ്രോസസ്സാണ് ചതിച്ചത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തവരല്ല വരുന്നത്. പിന്നെ വി മൂവ്ഡ് ഓൺ ടു ദി സർജിക്കൽ പാർട്ട് ഓഫ് ഇറ്റ്. കൊളാബറേറ്റ് ചെയ്തു, ഡെർമറ്റോളജിസ്റ്റ്, നമുക്ക് വിസിറ്റിംഗ് പ്ലാസ്റ്റിക് സർജൻസ്, അങ്ങനെ ഒരു കൊളാബറേഷൻ വന്ന് വി സ്റ്റാർട്ടഡ് വിത്ത് പറഞ്ഞ പോലെ സർജിക്കൽ ബോഡി ഷേപ്പിംഗ് ആൻഡ് ബോഡി കോണ്ടൂറിംഗ്. എന്നാൽ നമുക്ക് വരുന്ന പേഷ്യൻസ് ആർ നോട്ട് സെലിബ്രിറ്റീസ്. നോ സെലിബ്രിറ്റീസ്. സോ സെലിബ്രിറ്റീസോ ഇൻഫ്ലുവൻസേഴ്സോ കൊളാബിന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി നിരുത്സാഹപ്പെടുത്തി വിടും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ നമ്പർ 1 നമുക്കതിൻ്റെ ആവശ്യമില്ല. 2 ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും ഉള്ളവർ ഒരുപാട് പേര് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല പറയുന്നത്, എങ്കിലും ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും. നമ്മുടെ നോർമൽ പേഷ്യൻസിനെ നമുക്ക് കേറ്റർ ചെയ്യുന്ന ടൈമും എഫേർട്ടും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദേ ആർ അവർ ഫ്രണ്ട്സ്. എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ്, ഇപ്പം വരുന്ന എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ് ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. സോ അപ്പം അതുകൊണ്ട് ആ സെഗ്മെൻറ്റിലേക്ക് ഞങ്ങൾ ആക്ച്വലി കേറ്റർ ചെയ്യുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ അവർ വരും ചെയ്യും. ഒരുപാട് പേര് വന്ന് ചെയ്തു പോയിട്ടുണ്ട്. സോ പറഞ്ഞു വന്നത്, സാധാരണക്കാരാണ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ സ്കൂൾ ടീച്ചേഴ്സ്, അംഗനവാടി ടീച്ചേഴ്സ്. പക്ഷെ അവർ വരുന്നത് ഇറ്റ്സ് നോട്ട്, അവർക്ക് ബിക്കിനി ഇടാൻ വേണ്ടിയിട്ടല്ല അവർ വരുന്നത്. കോൺഫിഡൻസ് എക്സാക്ട്ലി. കോൺഫിഡൻസ് ഉണ്ട്. അതിന് പുറമെ ഒരുപാട് ട്രോമയുടെ ഹിസ്റ്ററി ഉണ്ടാവാം. ബ്രേക്ക് ഡൗൺ ചെയ്യുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. സോ അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഡോക്ടേഴ്സിന് ഞങ്ങൾ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്, ബി എ കൗൺസിലർ, സൈക്കോളജിക്കൽ കൗൺസിലർ. യു ക്യാൻ സെൽ ലേറ്റർ, ഇറ്റ്സ് ഫൈൻ. നമ്മൾ ആ പേഷ്യൻറ്റുമായിട്ടുള്ള റാപ്പോ ബിൽഡ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് ട്രസ്റ്റ് അല്ലേ. ലേസർ മെഷീൻ ആണെങ്കിൽ എല്ലാ ക്ലിനിക്കിലും ലേസറുണ്ട്. സർജിക്കൽ പ്രൊസീജിയർ ആണെങ്കിൽ എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പോൾ സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട്. പിന്നെ മെഡലോജിസ്റ്റിന് എന്താ കാര്യം? അവരെ ഇപ്പോൾ വേറെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വി ആർ വെരി സ്മോൾ കമ്പയർഡ് ടു ദം. പക്ഷേ ദ ഡിഫറൻസ് ദാറ്റ് വി ക്രിയേറ്റഡ് വാസ് മെന്റൽ കണക്ഷൻ. യെസ്, ദ ട്രസ്റ്റ്. അപ്പം ഞങ്ങളുടെ ഡോക്ടേഴ്സും എല്ലാവരും തന്നെ ട്രെയിൻഡ് എന്ന് പറയത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്ക് വരുന്നവരെല്ലാവരും തന്നെ ആ ഇൻസൈറ്റ് ഉള്ളവരാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് സെല്ലിങ് സംതിങ്, ഇറ്റ്സ് അബൌട്ട് ട്രസ്റ്റ്. അപ്പോൾ ആ പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കുക, അവർക്ക്
മുന്നിലിരിക്കുന്ന ഒരാൾക്ക് ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ള ബോഡി ഷേമിംഗ് ഉണ്ടാവാം, വൈഫ് പറഞ്ഞ് മുറിവേൽപ്പിച്ച ആൾക്കാർ ആണുങ്ങൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അങ്ങനെ ഒരുപാട് 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 സോഷ്യൽ ട്രോമ, ബോഡി ഷേമിങ്, കൊളീഗ്സ്, വർക്ക് പ്ലേസിലെ ട്രോമ, ഇതെല്ലാം റീസൺസ് ആണ്. അന്ന പറഞ്ഞ പോലെ കോൺഫിഡൻസ്. സോ വി ആർ ദെയർ ടു സെൽ കോൺഫിഡൻസ്. പക്ഷെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് അഫോർഡബിൾ. പിന്നെ EMI ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിക്വയർമെൻറ്റ്, യുവർ നെസസിറ്റി. പിന്നെ ഞാൻ പറയട്ടെ, ഇറ്റ്സ് കോസ്മെറ്റിക് എന്നൊക്കെ നമ്മൾ പറയും, ഭംഗിവാക്കൊക്കെ പറയും. ദർ ആർ ഇൻസിഡൻസസ് വെയർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കൊറോണ കഴിഞ്ഞിട്ടൊരു സമയത്ത് കണ്ണൂരിൽ നിന്ന് എൻ്റെ ഒരു പേഷ്യൻറ്റ് വിളിച്ചിട്ട്, ഡോക്ടറെ ഞങ്ങൾക്ക് ഈ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യണം, ലൈപ്പോസെക്ഷൻ ചെയ്യണം, നമുക്ക് ബോഡി ഷേപ്പിംഗ് പ്രൊസീജിയർ ചെയ്യണം, ഞങ്ങൾ വരിക. അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയങ്ങളില്ല. അപ്പോൾ നമ്മുടെ സർജൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഷട്ട് ഡൗണിങ് അല്ല എങ്ങനെ ചെയ്യും. അപ്പോൾ അവർ ഫോണിൽ കൂടെ പറഞ്ഞ, ഡോക്ടർ ഞങ്ങൾക്ക് PCOD എനിക്ക് PCOD ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ PCOD ഇഷ്യൂ കാരണം പല ഡോക്ടേഴ്സിന് എടുത്തും പോകും, വെയിറ്റ് കുറയ്ക്കണം. എന്നെക്കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കുറച്ച് വയറും കാര്യങ്ങളും കുറഞ്ഞാലോ എന്ന് ഞാൻ വിചാരിക്കുക. ശരി, ആയിക്കോട്ടെ, പോരാൻ പറഞ്ഞു. അപ്പോൾ ഷട്ട് ഡൗണിൻ്റെ ഒക്കെ നമ്മൾ ആ സ്പെഷ്യൽ റിക്വസ്റ്റ് എല്ലാം കൊടുത്ത് പിടിച്ച് അവർ അത് കഴിഞ്ഞിട്ട്, കൊറോണയുടെ ആ ടൈം കഴിഞ്ഞപ്പോൾ അവർ വന്നു, കണ്ണൂരിൽ നിന്നാണ് അവർ വന്നു. അവർ ചെയ്തു, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. PCOD ഇഷ്യൂ ആണ്. നമുക്കും സങ്കടമൊന്നുമല്ല, നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയാന്ന് പറയില്ലേ. ആഫ്റ്റർ 8-9 months അവർ വിളിച്ചു. 8-9 months അല്ല, ഒരു 6-7 months വിളിച്ചിട്ട് പറഞ്ഞു കൺസീവ്ഡ് ആയി. അപ്പം അതെന്തുകൊണ്ടാണ്? ഡയറക്ട്ലി ഇറ്റ് ഈസ് നോട്ട് ലിങ്ക് വിത്ത് സർജറി. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റിനെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഡൗൺ ചെയ്യും. PCOD ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയും. ഈ സൈക്കിള് ഇറ്റ് ഗോസ് ഓൺ. അപ്പം നമ്മൾ ചെയ്യുന്ന ബോഡി ഷേപ്പിംഗ്, ബോഡി കോണ്ടറിങ്, ഇറ്റ്സ് ആൻ ഇഗ്നിഷൻ, ഇറ്റ്സ് സ്റ്റാർട്ട്. അതിനനുസരിച്ചിട്ട് അവരും എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടും കാര്യങ്ങളും അവർ ചെയ്യണം. സോ വി മൈറ്റ് ഹാവ് റിമൂവ്ഡ് മേ ബി ലൈക്ക് 4 liters or 5 liters. നമ്മുടെ സർജിക്കൽ ടീം അത്രയായിരിക്കും റിമൂവ് ചെയ്തിരിക്കുന്നത്. ബട്ട് അത് 4 to 5 liters of fat depends on the cases. അത്ര മാറ്റി കഴിയുമ്പോഴത്തേക്കിന് ആ സൈക്കിൾ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി. ആ പേഷ്യൻ്റ് അത് ബെറ്റർ ആയിട്ട് വന്നു. വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഫോർ PCOD ഉള്ള ഒരാൾ കൂടി വരുന്നു, നമ്മൾ എന്നാൽ ചെയ്തേക്കാം എന്നല്ല പറയുക. ഇറ്റ്സ് നോട്ട് ബീങ് ഡൺ ഫോർ, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിട്ടല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. അവർ വന്നത് അവർക്ക് ഈ ഭാരം കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ പറയും, ദിസ് ഈസ് നോട്ട് എ വെയിറ്റ് ലോസ് പ്രൊസീജിയർ, ദിസ് ഈസ് നോട്ട് എ വെയിറ്റ് ലോസ് പ്രൊസീജിയർ, ഇറ്റ്സ് എ ബോഡി ഷേപ്പിംഗ് ആൻഡ് എ ബോഡി കോണ്ടൂറിങ് പ്രൊസീജിയർ. അത്രയേ ഉള്ളൂ. അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവർ അണ്ടർഗോ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറഞ്ഞു. ആൻഡ് അത് എങ്ങോട്ട് പോയി? കൺസീവ്ഡ് ആയി. ആൻഡ് അതിനേക്കാളും ഒരു ബ്യൂട്ടിഫുൾ പാർട്ടുണ്ട്. എന്നെ ഹസ്ബൻഡ് വിളിച്ചു. എന്നെ വിളിച്ചിട്ട് 9 months ശേഷം ലേബർ റൂമിൽ നിന്നുണ്ട്. ആൾ ഡെലിവറി ചെയ്തു, പെൺകുട്ടിയാണ്, സാറിനോട് ആദ്യം പറയണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. സോ അതൊക്കെ നമുക്ക് ഭയങ്കര, എനിക്ക് ഇന്നും അത് പറയാൻ ഭയങ്കര, അത് 2021-22 സമയത്ത് നടന്ന. ഇന്ന് ഞാൻ പറയുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര അത് പറഞ്ഞു. സോ നമ്മൾ ഈ പുറമേ കാണുന്നതല്ല എസ്തെറ്റിക്സ്. എല്ലാവരും അതിൻ്റെ ഒരു കളർഫുൾ ഭാഗമാണ് കാണുന്നത്. കുറെ സ്കിൻ ലേസർ ഉണ്ട്, കുറെ സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ്. നമ്മുടെ നാട്ടിൽ അണ്ടർഗോ ചെയ്യുന്ന 95%, ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും, 95% or 98% ആർ നോട്ട് സെലിബ്രിറ്റീസ്. അവരാരും ക്യാമറയുടെ മുന്നിൽ വരുന്നവരല്ല, അവരാരും ഷോ ചെയ്യാൻ വരുന്നവരല്ല. അവരുടെ ഡെയിലി ലൈഫിൻ്റെ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഭർത്താവിൻ്റെ മുന്നിൽ, ഭാര്യയുടെ മുന്നിൽ, കൊളീഗ്സിന് മുന്നിൽ, സഹോദരങ്ങളുടെ മുന്നിൽ. നമ്മുടെ കൂട്ടത്തിലുള്ള എത്രയോ പേർക്ക് ഈ അങ്ങനത്തെ കോംപ്ലക്സുകളുള്ളവരുണ്ട്. കുറേയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ബോഡി ഷേപ്പിംഗ്, ബോഡി കൊണ്ട് നമുക്ക് കുറേയൊക്കെ മാറ്റാൻ പറ്റും. കളറിന് ബുദ്ധിമുട്ടുള്ള എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും, എല്ലാം നമുക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റുന്നത്, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ന് അവൈലബിൾ ആണ്. സോ ദാറ്റ് ഈസ് വെയർ മെഡ്ലോൺ ജസ്റ്റ് സ്റ്റാൻഡ്സ്, അല്ലെങ്കിൽ വി ഹാവ് എ പ്ലേസ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ ദൈവം അനുഗ്രഹിച്ചു ഞങ്ങളെ, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് വെയർ ഈ മെറ്റ്ലാഞ്ചസിന്റെ റീൽസ് ഇൻസ്റ്റയിൽ കാണുമ്പോൾ ഞാൻ പണ്ടിങ്ങനെ സ്കിപ്പ് ചെയ്യുമായിരുന്നു, വളരെ ഹോണസ്റ്റ്ലി. കാരണം എനിക്കതെന്തോ പേടിയായിരുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ഈ പേടി കാരണം ട്രീറ്റ്മെന്റ് ചെയ്യാതിരുന്ന 95% ആൾക്കാർ ചെയ്യാത്തതിന്റെ റീസൺ, ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യുന്നവര് ഓക്കെ, മേ ബി 95% വേറെ ആൾക്കാരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും. ഈ പേടി കാരണം എൻ്റെ അടുത്ത് വീഡിയോസ് കണ്ടിട്ട് ചോദിക്കും, ഡോക്ടർ ഈ കമ്പും കോലൊക്കെ ഇട്ട് ഇളക്കുന്നുണ്ട്. യെസ്, അത് കമ്പും കോലിട്ട് ഇളക്കുന്നത് വെച്ചാൽ വി വോണ്ടഡ് ടു ബി ട്രാൻസ്പെറൻറ്റ്. എന്താണ് പ്രൊസീജിയർ? അപ്പോൾ ഞങ്ങളും കൊറോണ ശേഷം ഞങ്ങൾക്ക് ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്താണെന്നറിയോ? ചലഞ്ചല്ല, ഞാനൊരു ഡിഫറൻസ് പറയാം. അന്ന് ഞങ്ങൾക്കൊരു പേഷ്യൻറ്റിനോട് കൗൺസിൽ ചെയ്യണമെങ്കിൽ വി മൈറ്റ് ഹാവ് ടു ടോക്ക് മേ ബി 45 minutes 15 minutes സംസാരിക്കണം. ഇന്ന് അത് സംസാരിക്കേണ്ട. ഇന്ന് ദേ നോ ദ പ്രൊസീജിയർ. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇത് സർജൻസും പ്ലാസ്റ്റിക് സർജൻസും ഒക്കെ ചെയ്യുന്നവരുണ്ട്. സോ ഇവർക്കിതൊക്കെ അറിയാം. ഇത്
ടെക്നോളജി ഏതാ, ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസിയുടെ ഒരു പാർട്ടാണ്. ബ്ലൈൻഡായിട്ട് ഒരാളും ചെയ്യരുത്. യു നീഡ് ടു ബി അവെയർ ഓഫ് വാട്ട് യു ആർ ഗോയിങ് ടു അണ്ടർഗോ. എന്ത് പ്രൊസീജിയറാണിത്? ഇപ്പം സർജിക്കൽ ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ ഇപ്പം നമ്മുടെ സർജൻസ് ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോർമലി ഈ പറഞ്ഞ എന്താ പറയുക, ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഫാറ്റ് മെൽറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളത് എടുത്തു കളയുന്നു എന്നുള്ളതെല്ലാം നോർമൽ ഒരാൾ മനസ്സിലാക്കിയിരിക്കണം. അത് അത്രയും പേടിയുണ്ടെങ്കിൽ അവർ ചെയ്യണ്ട, ഇറ്റ്സ് ഫൈൻ. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്താണ് ഈ പ്രൊസീജിയർ. സോ വാട്ട് ഈസ് യുവർ ബെനിഫിറ്റ്, വാട്ട് ഈസ് ഔട്ട്കം, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്. അപ്പം ഡെഫിനറ്റ്ലി റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. റിസ്ക് എലിമെന്റ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റിസ്ക് ഇല്ലേ, വണ്ടി ഓടിക്കുമ്പോൾ റിസ്ക് ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും റിസ്ക് ഉണ്ട്. അപ്പം ആ റിസ്ക്കും എനിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റും തമ്മിൽ നോക്കിയാൽ മതി, വെദർ ഇറ്റ് ഈസ് വർത്ത് ഫോർ മീ. ചിലപ്പോൾ ഒരു 95 കിലോ ഉള്ള ഒരാൾക്ക് ഒരുപാട് സബ്ക്യൂട്ടേനിയസ്, ഈ പുറമേ ഫാറ്റ് ഉള്ളതിനെ സബ്ക്യൂട്ടേനിയസ് പിഞ്ചബിൾ ഫാറ്റ്, അത്തരം ഫാറ്റ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഇതൊരു വേണ്ട ഒരു കാര്യമായിരിക്കാം, അല്ലാത്തൊരാൾക്ക് ചിലപ്പോൾ ഇത് വേണ്ടാത്തൊരു കാര്യമായിരിക്കാം. അപ്പോൾ അവർക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, ആൻഡ് ദാറ്റ്സ് ദെയർ ചോയ്സ് വെദർ ടു അണ്ടർഗോ ഓർ നോട്ട്. അങ്ങനെ മെട്രോളജിസ്റ്റിന്റെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതെ അതെ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇരട്ടിയായിട്ട് തിരിച്ചു വരും. സമൂഹത്തിലുള്ളൊരു മിത്താണത്. ഒത്തിരി പേര് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നിനും പോണ്ട കേട്ടോ, അത് തിരിച്ചു വരും. അതുപോലെ കേട്ടിട്ടുണ്ട്, ഭയങ്കര നെഗറ്റീവായിട്ട് കേട്ടേക്കുന്നുണ്ട്. നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട, നമുക്ക് മലയാളികൾക്ക് എല്ലാവരും വേണ്ടപ്പെട്ടൊരു വ്യക്തി വണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ട് മരിച്ചു എന്നുള്ളൊരു സ്റ്റോറി. ഒരു ഷെഫാണ് അദ്ദേഹം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ മിത്സും കുറേ പേടിപ്പിക്കുന്ന കഥകളുമൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും ബാധിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മന്തി കഴിച്ചു ഒരാൾക്ക് അസുഖമായി മരിച്ചു എന്ന് പറയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് കുറച്ച് നാളത്തേക്കിന് മന്തി കഴിക്കുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഓർക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ എസ്തെറ്റിക് ഇൻഡസ്ട്രിയിലും ഓരോന്നും ബാധിക്കും. ഒരു ടൈം പീരീഡ് ഉണ്ട് നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പോകാൻ. സോ ഇപ്പം ഞാൻ കൗണ്ടറായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരോടും. ഇപ്പോൾ ഒരു ഹാർട്ടിന് ഇഷ്യൂ ആയിട്ട് ഒരാൾ വന്നു, മരണപ്പെട്ടു. ദാറ്റ് ഈസ് ആക്ച്വലി കൺസിഡേർഡ് ആൾക്ക് ഓൾറെഡി ആൾക്ക് വയ്യായിരുന്നല്ലോ. സോ അങ്ങനെയുള്ള ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ഓർ ഡെത്ത് എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി ജസ്റ്റിഫൈഡ്. നേരെ മറിച്ച് ബോഡി ഷേപ്പിംഗ് ഓർ ബോഡി കോണ്ടറിങ് ഓർ സോ ഫോർ ദാറ്റ് മാറ്റർ എനി കൈൻഡ് ഓഫ് എസ്തെറ്റിക് പ്രൊസീജിയർ വരുന്ന ഒരാൾക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ബിഗ് കമ്പയർ ടു ഗൈനക് ഓർ സർജറി ഓർ കാർഡിയോതെറാസിക് ഓർ വട്ട് എവർ. നമ്മുടെ ഈ പറഞ്ഞ ഈ ബോഡി ഷേപ്പിംഗ് ബോഡി കോണ്ടറിങ്ങിലോ അല്ലെങ്കിൽ വരുന്ന എസ്തെറ്റിക്കിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വിൽ ബി വെരി 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 സ്മോൾ, വളരെ ചെറുതായിരിക്കും. പക്ഷേ അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത്. ദാറ്റ് ഇസ് ട്രൂ, അത് നടക്കാൻ പാടില്ലായിരുന്നു. എത്രത്തോളം പ്രിക്കോഷൻസ് എടുത്താലും എത്രത്തോളം ചെയ്താലും ബോഡിയുടേതായിട്ടുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ടാവാം. നമ്മൾ നോർമലി പറയും അനോമലീസ്, ബോഡിയുടേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻ്റെ ഡിഫറൻസ് ഉണ്ടാകും. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാവാം, ഈ പറഞ്ഞ പേടിപ്പിക്കുന്ന രീതികളുണ്ടാവാം, കോംപ്ലിക്കേഷൻസ് ആൻഡ് ഓൾ എക്സ്പ്ലെയിൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ അവർ എടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. മെട്രോളജിസ്റ്റ് യാത്ര ഇങ്ങനെ പോകുമ്പോഴാണ് പുതിയൊരു വിഷനിലേക്ക്, പുതിയൊരു എന്താ പറയുക, ഒരു കാലഘട്ടത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് പോലെ തന്നെ ഡോക്ടറും ഒരു ചുവട് മുന്നോട്ട് വെക്കുന്നത് ഡോൾച്ചെ. എന്താണ് ഡോൾച്ചെ? മെട്രോളജിസ്റ്റിൽ നിന്നും ഡോൾച്ചെ എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു? സോ മെട്രോളജിസ് ബേസിക്കലി ഇറ്റ് വാസ് മൈ ഹോം. നമ്മൾ ഫൗണ്ട് ചെയ്ത ഒരു നമ്മുടെ ഫസ്റ്റ് ബേബി. ഇറ്റ്സ് ഓൾമോസ്റ്റ് 10 years, a decade ആവാറായി. സോ മെട്രോളജിസ് ഇറ്റ് സ്റ്റാൻഡ്സ് ലൈക്ക് എ ഹോസ്പിറ്റൽ. നമ്മൾ ഒരു ഇൻ പേഷ്യൻസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. സോ വെൻ ഇറ്റ് കംസ് ടു ഡോൾച്ചെ ഇറ്റ്സ് ആക്ച്വലി എ UK രജിസ്റ്റേർഡ് എൻറ്റിറ്റി. നമുക്ക് UK-ലും കൊളാബറേഷൻസ് ഉണ്ട്. നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി ഒരു ക്ലിനിക്കിൻ്റെ കൺസെപ്റ്റ്, എസ്തെറ്റിക്, മെറ്റബോളിക്, വെൽനെസ്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ബ്രാൻഡാണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മീ, we are having a big team for it. ഒറ്റയ്ക്ക് പാടാണ്. So it's a big team where advisory panel ഒരുപാട് ഡോക്ടേഴ്സ് ഇൻക്ലൂഡിങ് കാർഡിയോളജിസ്റ്റ്, ഡെർമറ്റോളജിസ്റ്റ് എല്ലാം തന്നെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ബിഗ് കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്. സോ റൈറ്റ് നൗ 10 ക്ലിനിക്സോളം സൗത്ത് ഓഫ് ഇന്ത്യയിൽ നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എസ്തെറ്റിക്, വെൽനസ്, മെറ്റബോളിക്, എങ്ങനെ വേണമെങ്കിലും പറയാം. സോ അതിപ്പോൾ നമ്മൾ ന്യൂസിലാൻഡിൽ ഒക്ടോബറിൽ നമ്മൾ ഓപ്പൺ ആക്കും. ശ്രീലങ്കയിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലായിട്ട്, ഒരു ബിഗ് ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ട് ആക്ച്വലി സംസാരിച്ചുകൊണ്ടിരിക്കുക. വൈ എന്ന് ചോദിച്ചാൽ ബിക്കോസ് എസ്തെറ്റിക് ഇസ് എ ബിഗ് തിങ്.
ഗ്ലോബലി ഇറ്റ് ഈസ് ഗ്രോയിങ്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു അത്. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ സെയിം സെഗ്മെന്റില് ഡോക്ടർ നിലൂഫർ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. ഡോക്ടർ നിലൂഫറിനോട് ചോദിച്ചൊരു സെയിം ചോദ്യം ഞാൻ ഡോക്ടർ റിപ്പീറ്റ് ചെയ്യുന്നു. ഏസ്തെറ്റിക്കൽ ക്ലിനിക്കുകൾ ഇന്ന് കൂണ് പോലെയാണ് മുളച്ചു വരുന്നത്. നമ്മൾ ഇവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഏസ്തെറ്റിക് ക്ലിനിക്സ് നിയർ മീ, ഒരു 10-30 എൻ്റെ നിയർ ബൈ 10 കിലോമീറ്റർ ചുറ്റളവിൽ വരും. ഇത് ഇത്രയും ട്രെൻഡ് ആവുന്നതിന്റെ റീസൺ എന്താണ്? 2 രീതിയിലെടുക്കാം. ഒന്ന്, ഇത് എന്തിന് ട്രെൻഡ് ആകുന്നു എന്നുള്ള ഫസ്റ്റ് വൺ പറയാം. ഒന്ന്, അവയർനെസ് കൂടി. ഓക്കെ, ഡിസ്പോസിബിൾ ഇൻകം ആൾക്കാർക്ക് കൂടി. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ടാക്സിൻ്റെ സ്ലാബ്സിൻ്റെ റിവിഷൻ വന്നു. എസ്തെറ്റിക് പ്രൊസീജിയേഴ്സിൻ്റെ GST ആക്ച്വലി റിവൈസ് ചെയ്ത് കുറഞ്ഞു. ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം വന്നു. സോ ആൾക്കാർക്ക് അവയർനെസ് കൂടി, സോഷ്യൽ മീഡിയ. സോ ദേ വോണ്ട് ടു സ്പെൻഡ്, ദേ വോണ്ട് ടു ഗെറ്റ് ബെറ്റർ എന്നുള്ള രീതി വന്നപ്പോൾ അതെല്ലാവരും ആൾക്കാർ എടുക്കുന്നു. സോ ഈസ് ദർ എ സ്പേസ് ഫോർ എ ന്യൂ ബ്രാൻഡ്? അതാണ് അടുത്ത ചോദ്യം ആൾക്കാർ ചോദിക്കുന്നത്. ഒരുപാട് ബ്രാൻഡ്സ് ഇല്ലേ, ഇപ്പം അന്ന ചോദിച്ച പോലെ കൂണ് പോലെ വരികയാണ്. സോ ഈസ് ദർ എ സ്പേസ്? യെസ്, ദർ ഇസ് എ സ്പേസ്. എക്സാമ്പിൾ ഞാൻ പറയാം. ഹൊവാർഡ് ഷുൾസ് എന്ന് പറയുന്ന ഒരാൾ, ആളുടെ പ്രധാനപ്പെട്ട പരിപാടി കോഫി ബീൻ സെല്ല് ചെയ്യുന്ന പരിപാടിയായിരുന്നു. കോഫി ബീൻസ്. ആൾ മിലാനിൽ ചെന്നപ്പോഴത്തേക്കിന് എസ്പ്രസ്സോ കൗണ്ടേഴ്സ്, എസ്പ്രസ്സോ കൊടുക്കുന്ന ഈ ചെറിയ ചെറിയ ടീ ഷോപ്സിൽ, കോഫി ഷോപ്സിൽ ഹീ ഫൗണ്ട് സംതിങ് ഡിഫറെൻറ്റ്. അവിടെ കോഫി കുടിക്കുന്നതിലും പകരമായിട്ട് ആൾക്കാർ അവിടെ വരുന്നു, ഈ ബാരിസ്റ്റാസ് ഈ കോഫി കൊടുക്കുന്ന ആൾക്കാർ നെയിം പറഞ്ഞ് വിളിക്കുന്നു, കൊടുക്കുന്നു. ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് പുള്ളി അവിടെ കണ്ടു. ഹി വെൻ ബാക്ക് ടു ഹിസ് കമ്പനി എന്നിട്ട് പറഞ്ഞു, കോഫി ബീൻ കൊടുക്കുന്നതിനേക്കാളും ഒരു പൊട്ടൻഷ്യൽ ബിസിനസ് ഉണ്ട് ആക്ച്വലി, ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണ്. പുള്ളിയുടെ ബോസ് പറഞ്ഞാൽ അതൊന്നും നടപടിയാവുന്ന കാര്യമല്ല. ഹി ലെഫ്റ്റ് ദ ജോബ്, ഹി സ്റ്റാർട്ടഡ് സം കോഫി ഷോപ്സ് ആൻഡ് ഇന്നത്തെ സ്റ്റാർബക്സ് ആണ്. സോ വാട്ട് ഈസ് സ്റ്റാർബക്സ് ഡൂയിങ്? എക്സ്പീരിയൻസ് സെല്ലിംഗ്. എക്സാക്ട്ലി, എക്സ്പീരിയൻസ്. നമ്മുടെ നെസ്കഫെ 10 രൂപയ്ക്ക് ചായ കോഫി കിട്ടുമ്പോഴാണ് സ്റ്റാർബക്സിൽ 400 രൂപയ്ക്ക് നമ്മൾ പോകുന്നത്. എന്നിട്ട് നമ്മൾ പോകുന്നില്ലേ? ഇറ്റ്സ് അബൌട്ട് ദ എക്സ്പീരിയൻസ്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ കോഫി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ കോഫി. കോഫിയൊക്കെ സെയിം തന്നെയാണ്, കോഫി ബീനും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, നെസ്കഫയുടെയും ഇതിൻ്റെയൊക്കെ സെയിമാണ്, എടുക്കുന്ന സോഴ്സ് ചെയ്യുന്ന സ്ഥലവും സെയിം, എല്ലാം സെയിമാണ്. ഇറ്റ്സ് അബൌട്ട് ദി എക്സ്പീരിയൻസ്. ഡോൾച്ചെ ഈസ് ആക്ച്വലി ദ തേർഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പ്ലേസ് ഈസ് യുവർ ഹോം, സെക്കൻഡ് പ്ലേസ് ഈസ് യുവർ വർക്ക് സ്പേസ്, ആൻഡ് വി വോണ്ട് ടു ബി യുവർ തേർഡ് സ്പേസ്, എ തേർഡ് പ്ലേസ്. അപ്പോൾ ഡോൾച്ചയിൽ ആക്ച്വലി നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വരണ്ട, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വരണമെന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഹാങ് ഔട്ട് ചെയ്യുന്ന എന്താ ഉള്ളത്? ഞങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കോഫിയുടെ എലിമെൻസും ബുക്സിൻ്റെ എലിമെൻസ് എല്ലാം ഞങ്ങൾ അവിടെ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഹാങ് ഔട്ട്, നിങ്ങൾക്ക് അവിടെ ഇരിക്കാം, നിങ്ങൾക്ക് വായിക്കാം. നോബഡി വിൽ കം ആൻഡ് ഫോഴ്സ് യു ടു ഡു സം പ്രൊസീജിയേഴ്സ്. ഇറ്റ്സ് അബൌട്ട് എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആക്ച്വലി ഇന്ത്യയിലില്ല. ഈ ഒരു കൺസെപ്റ്റ് ക്ലിനിക് എന്ന് പറഞ്ഞാൽ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം, അവിടെ ചെല്ലുന്ന എല്ലാവരും ഇഞ്ചെക്റ്റബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്തിരിക്കണം എന്നുള്ള രീതിയിലാണ്. സോ ഡോൾച്ചെ ഈസ് വെയർ ഇറ്റ്സ് എ തേർഡ് പ്ലേസ്, യു ക്യാൻ ഹാങ് ഔട്ട്, കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ, എക്സ്പീരിയൻസ്. അപ്പം വി ആർ ട്രൈയിങ് സംതിങ് ന്യൂ ഇൻ ടു ദ മാർക്കറ്റ്. 2, ഇപ്പോഴും എക്സിസ്റ്റിംഗ് ചെയിൻസ് ഒരുപാടുണ്ട് അല്ലേ, പക്ഷെ ഓർഗനൈസ്ഡ് അല്ല. ദർ ആർ ലോട്ട് ഓഫ് ക്ലിനിക്സ്. ഇപ്പം എന്നെ പറഞ്ഞില്ലേ, കൂണ് പോലെ വരുന്നു. നമ്മുടെ ഡിഫറൻസ് എന്താ അറിയോ? വിൽ ഓർഗനൈസ് ഇറ്റ്. ഹൗ? നമുക്ക് ലേസർ, നമുക്ക് കൊള്ളാമെന്ന് ഒരു പുതിയൊരു ലേസർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇന്നത്തെ കാലത്ത് വലിയ കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. പൈസയുള്ള ആർക്കും നല്ല ലേസർ മേടിക്കാം അല്ലേ. കൊള്ളാവുന്ന നല്ലൊരു മെഡിസിൻ എടുത്തിട്ട് വലിയ കാര്യമുണ്ടോ? എല്ലാവർക്കും അവൈലബിൾ ആണ്. എല്ലാവർക്കും അവൈലബിൾ ആണ്. ക്ലിനിക് എ, ക്ലിനിക് ബി, ക്ലിനിക് സി. പിന്നെ എന്തിനും ഞങ്ങൾ അവിടെ വരണം? അതാണ് അടുത്ത കാര്യം ചോദ്യം. ഞാൻ പേര് പറയുന്നില്ല. വളരെ വലിയ ഒരു സ്കിൻ, വി ആർ നോട്ട് സ്കിൻ ക്ലിനിക്, വി ആർ എൻ വെൽനസ് ക്ലിനിക്കാണ് നമ്മൾ. ഒരു വലിയൊരു സ്കിൻ ക്ലിനിക്, വലിയ ടേൺ ഓവർ ഉള്ളൊരു സ്കിൻ ക്ലിനിക്. അവർ ഈവൻ വലിയൊരു ഗ്രൂപ്പ് അവരെ അക്വയർ ചെയ്തു, ക്രോർസ് കൊടുത്തിട്ട്. ഇന്ന് അവർ ആക്ച്വലി ക്രോർസിൻ്റെ ഡെറ്റിലാണ്, കടത്തിലാണ്, നെഗറ്റീവ് ഗ്രോത്താണ്. എന്താ പറ്റുമെന്നറിയോ? ദേ ഫോക്കസ്ഡ് ഓൺ ദ ട്രീറ്റ്മെൻറ്റ്സ്, ദേ ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദ ട്രീറ്റ്മെൻറ്റ്സ്. ഫോളോ-അപ്സ് അൺഓർഗനൈസ്ഡ്, പ്രോഗ്രാംസ്, പ്രോട്ടോകോൾസ്. വി സ്പെഷ്യലൈസ് ഇൻ ദാറ്റ്, വി മേക്ക് പ്രോഗ്രാംസ്. ഇന്നിപ്പോൾ വെയ്റ്റ് ലോസ്, യു നോ വാട്ട്, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന മെഡിസിൻ എന്തിനുള്ളതെന്നറിയോ? സീക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ഫോർ കാർഡിയാക്, ഇറ്റ്സ് നോട്ട് ഫോർ ഓങ്കോ, ഇറ്റ്സ് ഫോർ വെയ്റ്റ് ലോസ്. ഓ ശരിയാണ്. കേരളത്തിൽ ഇപ്പോൾ ഇത് എനിക്കൊന്നു ഗ്ലോബലി ഞാൻ പറയട്ടെ, ഈ എലി ലില്ലി, മോഞ്ചാരോയുടെ കമ്പനിയാണ് എലി ലില്ലി. ഇറ്റ്സ് എ ഫസ്റ്റ് $1 trillion കമ്പനി ഇൻ ദ വേൾഡ്. ഹെൽത്ത് കെയറിന്റെ ഫസ്റ്റ് $1 trillion കമ്പനിയാണ് മോഞ്ചാരോയുടെ എലി ലില്ലി. സോ ദാറ്റ് ഹ്യൂജ് ഈസ് എ മാർക്കറ്റ്. അപ്പോൾ എഗെയിൻ മോഞ്ചാരോ, ഞാൻ ഇപ്പം കളിയാക്കാൻ വേണ്ടി പറയും,
ഇപ്പം കപ്പലണ്ടി കിട്ടുന്ന പോലെ എല്ലായിടത്തും നിന്നും മേടിക്കാൻ പറ്റും. അതിൻ്റെ വ്യാജന്മാരും ഉണ്ട്, അതിൻ്റെ ഒറിജിനലും ഉണ്ട്, എല്ലാം ഉണ്ട്. വെൻഡറിനെ ഡയറക്റ്റ് വിളിച്ചാൽ വീട്ടിൽ ഡെലിവറി തരും മോഞ്ചാരോ. അത്ര Seriously? യെസ്, ഈസിലി അവൈലബിൾ. എഗെയിൻസ്റ്റ് ദ ലോ ആണ്, എഗെയിൻസ്റ്റ് എത്തിക്സ് ആണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. എങ്കിലും ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇസ് ഇറ്റ് എ സൊല്യൂഷൻ? നോ വേ. ആ സൊല്യൂഷൻ അല്ല. വൈ? ദർ ഇസ് നോ പ്രോട്ടോകോൾ, ദർ ഇസ് നോ പ്രോഗ്രാം. അതാണ് ഡോൾച്ചെ മെറ്റബോളിക് ഞങ്ങൾക്ക് വലിയൊരു ഏരിയ ആണ് വെയർ വി ഹാവ് ഡെവലപ്ഡ് എ പ്രോഗ്രാം ടു സസ്റ്റെയിൻ. എല്ലാവരും ഇന്നിത് കേൾക്കുന്നവർ പലരും വിചാരിക്കുന്നവരുണ്ടാവും, മോഞ്ചാരോ ഞാൻ എടുത്തു, എനിക്കിത് അനുഭവം ഉണ്ടായി, 2-3 മാസം ഞാൻ എടുത്തു, എൻ്റെ വെയിറ്റ് കുറഞ്ഞു, ഞാൻ സ്റ്റോപ്പ് ചെയ്തു, റീഗെയിൻ ബാക്ക്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, അതായത് ഈ മോഞ്ചാരോ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ, അതൊരു ഇഞ്ചക്ഷൻ മാത്രമാണ്. സീരിയസ്ലി ഞാനും ചിന്തിച്ചു കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ ഓവർ വെയിറ്റ് ഒന്നും അല്ലെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മളൊരു കടയിൽ പോയിട്ടൊരു XL-ഉം XXL-ഉം കിട്ടാതെ വരുമ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടാതെ വരുമ്പോൾ മറ്റുള്ളവരെല്ലാവരും 0 സൈസിലേക്കും സ്മോൾ മീഡിയം സൈസിലേക്ക് നിൽക്കുന്ന കാണുമ്പോൾ ഓക്കെ നമുക്കും ട്രൈ ചെയ്ത് നോക്കിക്കൂടെ. ഞാനും ചിന്തിച്ചു നമുക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീട്ടിൽ പോന്നാൽ പോരെ. പക്ഷേ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീട്ടിൽ പോന്നാൽ മാത്രം മോഞ്ചാരോ എന്ന് പറയുന്ന ആ ഒരു ഇഞ്ചക്ഷൻ നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുമോ? ഏതൊരു വെയിറ്റ് ലോസ് പ്രൊസീജിയേഴ്സും അതുകൊണ്ട് നമ്മൾ പറയും ഡോൾച്ചയിൽ മെഡിക്കലി സൂപ്പർവൈസ്ഡ് ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ്? ഇപ്പൊ പറഞ്ഞ പോലെ മോഞ്ചാരോ ഞാൻ കുത്തിയാലും ഡോക്ടർ കുത്തിക്കഴിഞ്ഞാൽ എല്ലാം കുത്തലല്ലേ അല്ലേ? നോ, അതിനാണ് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ മോഞ്ചാരോ ഓർ ടിർസാപ്പിറ്റൈഡ് ഓർ ഏത് കൈൻഡ് ഓഫ് വെയിറ്റ് ലോസ് ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും എസ്പെഷ്യലി നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സിനും എന്താ പറ്റുക, ബേസിക്കലി നമ്മുടെ മസിൽ മാസ്, ആക്ച്വലി ലീൻ മസിൽസ് നമ്മുടെ ബോഡിയിൽ കുറയും. ആൾക്കാർ പറയും ഞാൻ അതിനൊരു വിക്റ്റിമാണ്, ഞാനൊരു 6 വീക്സ് ഈ മോഞ്ചാരോ ഏറ്റവും കുറഞ്ഞുള്ള ഡോസിൽ ഞാൻ എടുത്തിട്ട് ഐ ലോസ്റ്റ് 8 kg. ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്തു. എല്ലാവരും കാണുമ്പോൾ ഓ ഡോക്ടറെ വയറ് കുറഞ്ഞു, കൊള്ളാം, നൈസ്. I stopped it because I achieved my target. ഞാൻ സ്റ്റോപ്പ് അപ്രിസിയേഷൻ കിട്ടി. I stopped it because ഞാൻ ആ ഗോൾ എത്തി. 8 കിലോ പോയി ഓൾമോസ്റ്റ് 9 കിലോ ഞാൻ റീഗെയിൻ ചെയ്തു. എത്ര നാളുകൊണ്ട്? മേ ബി ഓൾമോസ്റ്റ് 2 months. 2 months കൊണ്ട് 9 kg തിരിച്ചു വന്നു. 2-3 months കൊണ്ട് 9 kg വരുന്നു. മാത്രമല്ല എൻ്റെ മസിൽ മാസ് ആയി മോഞ്ചാരോ എടുത്തപ്പോഴത്തേക്കും കുറഞ്ഞു. ബിക്കോസ് ഐ വാസ് നോട്ട് ഗൈഡഡ്. I didn't have any protocol. I didn't have any program for it. മോഞ്ചാരോ എടുത്ത കുറയും. That is the awareness that is being there in the market. Yes, മോഞ്ചാരോ എടുത്ത കുറയും. പക്ഷേ it should be medically supervised. മെഡിക്കലി സൂപ്പർവിഷൻ ഇല്ലാതെ ചെയ്യരുത്. ഇപ്പം ഞങ്ങളുടെ ക്ലിനിക്സിലാണെങ്കിലും വി മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ആൻ ഇൻറ്റേർണൽ മെഡിസിൻ ഓർ എ ഫാമിലി ഫിസിഷ്യൻ വിൽ ഗൈഡ് ദം. അങ്ങനെയില്ല ഇപ്പോൾ നോർമലി ഒരു MBBS ഡോക്ടറിന് ഇത് കൊടുക്കാം. ബട്ട് ഒരു മെഡിസിൻ്റെ ഡോക്ടർ ഓർ എൻ എൻഡോക്രോളജിസ്റ്റ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യും ദേ ആർ ബീങ് ഗൈഡഡ്. അത് മാത്രമല്ല, സോ വെൻ വി ഗീവ് എ പ്രോഗ്രാം ടു എ പേഷ്യൻറ്റ് ഇറ്റ് മൈറ്റ് ബി എക്സ്പെൻസീവ്. എന്തുകൊണ്ടാണ്? മോഞ്ചാരോ എടുക്കുന്നതിൻ്റെതായിട്ടുള്ള പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സും പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്തൊക്കെ? നമ്മൾ ആ പ്രോട്ടീൻ്റെ റീപ്ലേസ്മെന്റിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരാം, ഡയറ്റീഷ്യൻ്റെ സർവീസ് കൊടുക്കേണ്ടതായിട്ട് വരാം, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്, ഡീഹൈഡ്രേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. സോ വി ഡു ആ ബേസിക് ചെക്കപ്പ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ബേസിക് ടെസ്റ്റുകളും ചെക്കപ്പ് എല്ലാം ചെയ്ത് ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് അത് നമ്മുടെ ഫിസിഷ്യന് കൊടുത്ത് ഫിസിഷ്യൻ വെറ്റ് ചെയ്ത് ആൻഡ് വി വിൽ ബി ദെയർ ടു ഗൈഡ് ദം. ഡയറ്റീഷ്യൻ ഉണ്ടാവും, ഫിസിഷ്യൻ ഉണ്ടാവും, ക്ലിനിക്കൽ മാനേജർ ഉണ്ടാവും, ക്ലിനിക്കലിലെ ഡോക്ടർ ഉണ്ടാവും. എല്ലാവരും കൂടെ ആയിരിക്കും നമ്മൾ അവിടെ ഗൈഡൻസ് കൊടുക്കുന്നത്. ആൻഡ് നമ്മളെപ്പോഴും അവരോട് പറയും ഡോണ്ട് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, സസ്റ്റെയിൻ ചെയ്യണം. യു ഹാവ് റീച്ച്ഡ് എ ഗോൾ, ഫൈൻ, ഗുഡ്. സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്, അതിലേക്ക് നമ്മൾ മാറ്റും അവരെ. ആ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമിലേക്ക് പോകണം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ബിഗ് ചേഞ്ചിന് വന്ന അവരുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ദേ വർ ഫോക്കസ്ഡ് ഓൺ ട്രീറ്റ്മെൻറ്റ്, നോട്ട് ദ പ്രോഗ്രാം, not the protocol, not the follow up. ഓക്കെ ഡോക്ടർ, അപ്പം സംശയിച്ചു നോക്കിയിട്ട് ഇപ്പം ഒരുപാട് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഡെർമറ്റോളജി, കോസ്മെറ്റോളജി ക്ലിനിക്കുകളിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോവുകയും അല്ലെങ്കിൽ പോയ ആളുകളുടെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് പോവുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ചെന്ന എല്ലായിടത്തും ഇപ്പം ഞാൻ അവരോട് ചോദിക്കും നിങ്ങളടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താ? പീക്കോ ലേസർ ആണോ? എനിക്കറിയാവുന്നതിനെ കുറിച്ച് ഇനി മുന്നേ പോയ 3-4 സ്ഥലത്ത് ഞാൻ ചെയ്തതാണ്. അടുത്ത ഞാൻ ചോദിക്കും അടുത്തത് എന്താ? ഇന്നോ പീലാണോ, യെല്ലോ പീലാണോ, ബ്ലാക്ക് പീലാണോ? എല്ലായിടത്ത് ചെന്നാലും ഒരേ ടെക്നോളജി, ഒരേ സാധനങ്ങൾ, എല്ലാവരും തന്നെ ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ട്. 3+2 4+1 ഈ +1 എന്നുള്ള നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷെ ഇവിടെ നിന്ന് ഡോൾച്ചെ എങ്ങനെ മാറി നിൽക്കുന്നു? കാരണം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഒരേ മെത്തേഡ്സ്, ഒരേ ടെക്നോളജീസ്, ഒരേ ടെക്നിക്സ്, ഒരേ മെഷീൻസ്, ഒരേ പേര്. പെർഫെക്റ്റ്. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. റേ ക്രോക്ക് എന്ന് പറഞ്ഞൊരു ഒരാളുണ്ടായിരുന്നു. പുള്ളി US പുള്ളിയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മിൽക്ക് ഷേക്കിൻ്റെ മെഷീൻസ് സപ്ലൈ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇയേഴ്സ് ബാക്ക് ഒരു കമ്പനിക്കാർ ഏതൊരു കമ്പനി പുള്ളിയെ വിളിച്ചിട്ട്
8 മെഷീൻ വേണമെന്ന് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പോൾ പുള്ളി ഹീസ് നോട്ട് എ ഷെഫ്, ഹീസ് നോട്ട് റിച്ച്, പുള്ളി ഒരു എംപ്ലോയി അവിടുത്തെ. 8 മെഷീൻ. അപ്പോൾ പുള്ളിക്ക് ഒരു ക്യൂരിയോസിറ്റി. ഓൾമോസ്റ്റ് 25 years ആയിട്ട് പുള്ളി ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. പുള്ളി ചെന്നു, ഇതെന്ത് ആരാണ് 8 മെഷീൻ ഒരുമിച്ചെടുക്കുന്നുള്ള രീതിയിൽ ചെന്നപ്പോൾ ഇറ്റ് വാസ് ആക്ച്വലി മെക്ഡൊണാൾഡ്സ്. ഓക്കെ, അവിടെ പുള്ളി കണ്ടൊരു കാര്യമുണ്ട്. മെക്ഡൊണാൾഡ്സിന് അതൊരു സാധാരണ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആക്ച്വലി ഇറ്റ് വാസ് എ സ്മോൾ റെസ്റ്റോറൻറ്റ്. പുള്ളി കണ്ടൊരു കാര്യം, ഇറ്റ് വാസ് ലൈക്ക് എ ഫാക്ടറി. ബർഗർ ഇസ് നോർമൽ, ലേസർ ഇസ് നോർമൽ. ലേസർ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ബർഗറും എല്ലായിടത്തും ഉണ്ട്. ബട്ട് വാട്ട് ഹി സോ വാസ് ഓർഗനൈസ്ഡ്. ഫാക്ടറി പോലെ എവറിത്തിങ് ട്രെയിൻഡ്. സിസ്റ്റം ഓർഗനൈസ്ഡ്. ഞാൻ വീണ്ടും പറയുന്നു, ഓർഗനൈസ്ഡ്, സ്റ്റാൻഡേർഡൈസ്ഡ്. ഒരു സ്റ്റാൻഡേർഡ്സ്, ഒരു പ്രോട്ടോകോൾ, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഒരു SOP ഉണ്ട്, എങ്ങനെ പോകണം. പെട്ടെന്ന് എല്ലാം ചെയ്ത് വിടുന്നു. പുള്ളി അതിൽ ഇൻസ്പയർഡായി. പുള്ളി അതിൻ്റെ ഫ്രാഞ്ചൈസി പാർട്ട് പുള്ളി അത് എടുത്തു. പിന്നെ ലേറ്റർ ഓൺ ഹി ഓൺഡ് മെക്ഡൊണാൾഡ്സ്. ഓക്കെ, ഹി ഹാഡ് എൻ എക്സ്പീരിയൻസ് ഓഫ് 25 years. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോഴത്തേന് ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് ഓഫ് നിയർ ടു എ ഡെക്കേഡ്. ഈ 10 വർഷത്തിനോട് ഡോക്ടറിന് ബ്രാഞ്ചസ് ഉണ്ടാക്കിക്കൂടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാമായിരുന്നിരിക്കാം, എനിക്കറിയില്ല. ബട്ട് ഈ 10 വർഷത്തിൽ ആക്ച്വലി ഞാൻ ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സിലൂടെ കടന്നുപോയി. ഈ ഇൻഡസ്ട്രിയുടെ അത് പ്രൊഡക്റ്റിൻ്റെ ആവാം, പ്രൊസീജിയറിൻ്റെ ആവാം, ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസും അല്ലാത്ത ഡിഫിക്കൽട്ടീസും ഒരുപാട് ഇതിലൂടെ പോയ ഒരാളാണ്. സോ വി ഹാവ് അവർ ഓൺ എക്സ്പീരിയൻസ്. അന്ന് റേ ക്രോക്കിന് ഈ പറഞ്ഞ പോലെ 25 years എക്സ്പീരിയൻസ് ഉണ്ട് ആ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട്. ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും, എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. ആൻഡ് യു നോ വാട്ട്, പുള്ളി മെക്ഡൊണാൾഡ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ദേ സ്റ്റാർട്ടഡ് എ തിങ് കോൾഡ് ആസ് ഹാംബർഗർ യൂണിവേഴ്സിറ്റി. ഈ സ്റ്റാർട്ടഡ് ടു ട്രെയിൻ. ഡോൾച്ചേഡായിട്ടുള്ള നമുക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസ് ഉണ്ട്. ഡോക്ടേഴ്സിന് മാത്രം ട്രെയിനിങ് പോരാ, നഴ്സസ് ഷുഡൻ ബി ട്രെയിൻ അല്ലേ? തീർച്ചയായിട്ടും നഴ്സസിന് പ്രോപ്പർലി എസ്തറ്റിക്കിന് ട്രെയിൻഡ് ആകുന്ന ഏത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് അല്ല ആൾക്കാർ അറിയപ്പെടുന്ന ഏതെങ്കിലും ഇതുണ്ടോ, പബ്ലിക്കായിട്ട് അവെയർ ആണോ? അല്ല. സോ വി ഹാവ് അവർ ഓൺ ട്രെയിനിങ് ഫെസിലിറ്റി വേർ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവിടെയും പോവുക, ഡോൾച്ചയിലും പോകുന്നത്. ഹാംബർഗർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ട്രെയിൻ ചെയ്തവരാണ് മെക്ഡൊണാൾഡ്സിലേക്ക് പിന്നീട് പോയിക്കൊണ്ടിരുന്നത്. സിമിലർലി വെൻ വി ഗിവ് എ ഫ്രാഞ്ചൈസി വി ഓപ്പറേറ്റ് ഇറ്റ് ഫോർ ദം. ആരൊക്കെ ഓൺ ചെയ്താലും വി ഓപ്പറേറ്റ് ഇറ്റ് ഫോർ ദം. സോ നമ്മുടെ ഫ്രാഞ്ചൈസിലേക്ക് പോകുന്ന, നമ്മുടെ ബ്രാഞ്ചസിലേക്ക് പോകുന്നവർ ഡോൾച്ചയിൽ തന്നെ ട്രെയിൻഡ് ആണ്. സോ ദേ നോ വാട്ട് ടു ഡു, ഹൗ ടു ഡു, കമ്പനിയുടെ കൾച്ചർ ഇങ്ങനെയാണ്, വാട്ട് ആർ ദ പോളിസീസ്, ഇതെല്ലാം അവർ ട്രെയിൻഡ് ആണ്. ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അത് ബ്രേക്ക് ചെയ്യാൻ പാടാണ്. കാര്യം നമ്മൾ വി ആർ ട്രെയിനിങ് ദം. ഓക്കെ, അപ്പോൾ ഈ ഡോൾച്ചയിൽ നമ്മളൊരു ഫ്രാഞ്ചൈസി കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ല, ഒരു കൂണ് പോലെ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അവിടെ ഡോൾച്ചയുടെ പ്രത്യേകതയിൽ ഡോക്ടർ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ഡോക്ടർ ഉയർത്തി കാണിക്കുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഓർഗനൈസ്ഡ് സിസ്റ്റത്തെ കുറിച്ച്. എക്സാക്ട്ലി. നമ്മുടെ ഇപ്പം ലബോറട്ടറിയുടെ രീതികളിൽ വരുമ്പോഴത്തേക്കിന് ഈ ലാൽപാത്ത് ഒക്കെ വരുന്നതിന് മുന്നേ ലബോറട്ടറികൾ ഉണ്ടായിരുന്നു. സ്റ്റാർബക്സ് വരുന്നതിന് മുന്നേ കോഫി ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അതെ. അപ്പോളോ വരുന്നതിന് മുന്നേ ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചെയ്ത കാര്യം എന്താ? യൂസഫ് അലി സാറിന്റെ കാര്യം എക്സാമ്പിൾ പറയാം. നമ്മൾ ഇന്റർനാഷണൽ വിടണ്ട, അവിടുന്ന് വിട്ടേക്കാം. നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ യൂസഫ് അലി സാർ എന്താ ചെയ്തത്? ഇപ്പം ദുബായിലും അല്ലെങ്കിൽ UAE-ലും ഗ്രോസറീസ് ഇല്ലായിരുന്നു. ഗ്രോസറീസ് അന്നും ഉണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റ്സ് അന്നും ഉണ്ടായിരുന്നു. ഹി ഓർഗനൈസ്ഡ് ഇറ്റ്. ഓർഗനൈസ്ഡ് ആക്കുമ്പോൾ എന്താ പറ്റുന്നറിയോ? പ്രോട്ടോകോൾസ് വരും, സ്റ്റാൻഡർഡൈസ്ഡ് വരും. അപ്പോൾ എറർ വരുന്ന ചാൻസ് എപ്പോഴും കുറവായിരിക്കും. അന്നെ തന്നെ എൻ്റെ അടുത്ത് പല കോൺവെർസേഷനിലും പറഞ്ഞിട്ടുണ്ട്, ഫോളോ അപ്പ്, അവർക്ക് പൈസ കിട്ടുന്നവരെ ഫോളോ അപ്പ് അവർ ചെയ്തു, പിന്നെ അവർ ചെയ്തില്ല, വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പം ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ക്യാൻ ബി ദെയർ വേർ അവിടെ ഒരു പ്രോട്ടോകോളോ സിസ്റ്റം ഇല്ലാതെ വരുമ്പം അൺഫോർച്ചുനേറ്റ്ലി റണ്ണിങ് 1 or 2 ക്ലിനിക്സ് ഈ പറഞ്ഞ SOP പ്രോട്ടോകോൾ ഉണ്ടാക്കാന്ന് വെച്ചാൽ ചാലഞ്ചിങ് ആണ്. ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് നിയർ ടു ഇമ്പോസിബിൾ ടു മാനേജ് ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസിൽ നിന്ന് ഒരുപാട് ചാർജ് ചെയ്യും ടു മെയിൻറ്റെയിൻ ദാറ്റ് കംപ്ലീറ്റ് തിങ്. അപ്പം നമ്മുടെ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കിന് കമ്പനി കോർപ്പറേറ്റിൽ ഇതെല്ലാം ഉണ്ട്. വി ഹാവ് എ മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പം നമ്മുടെ ബ്രാഞ്ചസിലേക്ക് വരുമ്പോഴത്തേന് വി ഡിവൈഡ് ദ കോസ്റ്റ്. അപ്പം നമുക്ക് നോർമലി എവിടെ കിട്ടുന്നു, അല്ലെങ്കിൽ നോർമലി ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയും, ദിസ് കൈൻഡ് ഓഫ് ലേസർ പ്രൊസീജിയർ ഈസ് ബീങ് ഡൺ ഫോർ അറൌണ്ട് 8,000 rupees. ഓർ മെറ്റബോളിക് വെൽനസ്, വി ആർ ഇൻ ടു വെൽനസ് ആൻഡ് മെറ്റബോളിക് റാദർ ദാൻ സ്കിൻ. നമ്മൾ ഒരിക്കലും സ്കിൻ ക്ലിനിക് എന്ന് പറയാറില്ല. വി ആർ നോട്ട് ഇൻ ടു സ്കിൻ ക്ലിനിക് ആസ് സച്ച്, വി ആർ ഇൻ ടു വെൽനസ് ആൻഡ് എസ്തെറ്റിക്സ്. സോ വെൽനസ്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിന് ഒരു പ്രോഗ്രാം 7,000 രൂപയുടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് അത് അപ്പുറത്തെ ഒരു സാധാരണ ക്ലിനിക്കിൽ 7,000 വരും. 7,000 ഉള്ളൂ, അത് തന്നെ നമ്മളും ചാർജ് ചെയ്യുള്ളൂ. ബട്ട് വേർ ഡോൾച്ചെ ഈസ് ഡിഫറെൻറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സിസ്റ്റം. അവർക്ക് വീണ്ടും വരാൻ പറ്റണം, അവർക്ക് വീണ്ടും വരാൻ തോന്നണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലേക്ക് നമ്മൾ മാറും. അപ്പം ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ലൈക്ക് ബീങ് എ ഡോക്ടർ, ഞങ്ങൾക്ക് മാനേജ്മെൻറ്റ് വലിയ കപ്പാസിറ്റി നോർമലി ഡോക്ടേഴ്സിന് ഇല്ല.
സ്വന്തമായിട്ട് പൈസ എടുത്ത് ഇപ്പോഴത്തെ രീതിയിൽ EMI 1 കോടി രൂപ വരെ കൊളാട്രൽ ഫ്രീ ആയിട്ട് കിട്ടും. 1 കോടി രൂപ വരെ ഡോക്ടറിന് കൊളാട്രൽ ഫ്രീ ആയിട്ട് കിട്ടും. ആ പൈസ എടുത്ത് ഒരു സ്ഥാപനം കൊണ്ട് ഇട്ട് ഇത് റൺ ചെയ്യാൻ അറിയാതെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായും. അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കാര്യം ഞാൻ പറയാം. ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യൽ സാധനം ഉണ്ട്, ഇന്നയാൾ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്ററിനെയും പിന്നെ കാണത്തില്ല, ആ ഓടിക്കേണ്ട ആളും ഇല്ല, പേരും ഇല്ല, വണ്ടി വീട്ടിൽ പോയി, പൈസയും പോയി. പിന്നെ ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വി ഇൻവെസ്റ്റ് ഇൻ ടു 2 things. ഒന്ന് ബാങ്കിൽ ഇൻവെസ്റ്റ് അല്ല, ഒന്നിൽ ബാങ്കിലിടും, ഡെപ്പോസിറ്റ് ഇടും, ഇല്ലെങ്കിൽ സ്കാം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പുതിയ ട്രെൻഡ് ഉണ്ട് കേട്ടോ. ഇപ്പം കുറച്ചുകൂടെ ആൾക്കാർ മാറ്റി. ഇപ്പൊ ഞങ്ങൾ തന്നെ ഈ ട്രേഡിങ്ങിനെ കുറിച്ചും ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചും SIP അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് എന്താണെന്ന് പഠിപ്പിച്ചതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും. ഞാൻ പറയാം, ഇതില് ഞാനൊരു ഭൂരിഭാഗം പേരുടെ കാര്യമാണ് പറഞ്ഞു. അപ്പൊ അതിലൊരു മൈനോറിറ്റി ആൾക്കാരുണ്ടാവും ട്രേഡ് ചെയ്യുന്നത്. നല്ല ബിസിനസ്സുകാരും ഉണ്ട് കേട്ടോ. ആസാദ് മൂപ്പൻ സാറിനെ പോലുള്ള നമ്മളൊക്കെ ഒരുപാട് ആസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്പിറേഷൻസ് എടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള സാറുമാരുണ്ട്. അപ്പം ഉണ്ടെങ്കിലും മെജോറിറ്റി ഫോൾസ് അണ്ടർ ദിസ് കാറ്റഗറി, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയാണ്. അപ്പോൾ അവർക്കും ഒരു സേഫ് ഹാവൻ ആണ്. സി ദിസ് ഈസ് സംതിങ് വെയർ യു ക്യാൻ ഇൻവെസ്റ്റ് സേഫ്ലി ആൻഡ് വി മേക്ക് എ പ്രോട്ടോകോൾ വെയർ യു ക്യാൻ സീ എവറിത്തിങ്. ഫ്രാഞ്ചൈസി ഓണർ ആകാം, അതിന് ക്ലിയർ ഡോക്ടേഴ്സ് വേണമെന്നില്ല, ഇൻവെസ്റ്റേഴ്സ് ആയാലും മതി. ബിക്കോസ് വി ഓപ്പറേറ്റഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രാഞ്ചൈസി ഓൺഡ് ആൻഡ് കമ്പനി ഓപ്പറേറ്റഡ് മോഡലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്, ഫോക്കോ മോഡൽ. റീസൺ ഇസ് ലൈക്ക് ഡൈല്യൂഷൻ വരാതിരിക്കാനാണ്, ബിക്കോസ് ഇറ്റ്സ് മെഡിക്കൽ പ്രൊസീജിയർ. അപ്പോൾ അവിടെ ഒരു എറർ സംഭവിച്ചാൽ ആ ചെയിനെ കംപ്ലീറ്റ്ലി ബാധിക്കും. ശരി, അത് വരാതിരിക്കാൻ വേണ്ടി വി ആർ ട്രൈങ് ടു എന്ന് പറഞ്ഞാൽ എറർ വരില്ല എന്നല്ല, മനുഷ്യരാണ് അത് ഓടിക്കുന്നത്, റോബോട്ട്സ് അല്ല, മനുഷ്യരാണ്, സ്വാഭാവികമാണ്. എങ്കിലും എററിൻ്റെ ചാൻസ് നമ്മൾ കുറച്ച് വെക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ബൾക്കായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാൻ പറ്റും. കാര്യം ഞങ്ങൾക്ക് ഇൻ ഹൗസ് തന്നെ എൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ഫ്രാഞ്ചൈസിക്ക് ഇല്ലാഞ്ഞിട്ട് പോലും കേട്ടറിഞ്ഞ് വരുന്നവരുണ്ട്. കാര്യം എസ്തറ്റിക് ഒരുപാട് അങ്ങനെ ഒരു ഗ്ലിറ്ററിങ് സാധനം ആയതുകൊണ്ട് ഞങ്ങൾ ലൈനപ്പ് ചെയ്ത് വെച്ചിരിക്കുക, ഞങ്ങൾ കുറച്ച് പേരെ നിർത്തി വെച്ചിരിക്കുക, നിങ്ങൾക്ക് തരാം, നിങ്ങൾ ചെയ്യാം, വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. കാര്യം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ എൻക്വയറീസ് ആണ് വരുന്നത്. ഒരു റീസണും കൂടെ ഉണ്ട് കേട്ടോ. 25 ലക്ഷം രൂപയ്ക്ക് ഒരു എസ്തറ്റിക് ക്ലിനിക്ക് ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ ഓണർ ആവാൻ പറ്റും എന്ന് പറഞ്ഞാൽ നോർമലി വിശ്വസിക്കാൻ പറ്റുമോ? 25 lakhsന് ഒരു എസ്തറ്റിക് ക്ലിനിക്കിന്റെ ഓണർ ആകാം. യെസ്, അതിൽ ഞാൻ ആൾക്കാർക്ക് കേൾക്കുന്നവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. 25 lakhsന് ഒരു കംപ്ലീറ്റ് ക്ലിനിക് അല്ല. നോർമലി ഒരു ക്ലിനിക്ക്, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ക്ലിനിക്ക് ഉണ്ടാക്കണമെങ്കിൽ സംവെയർ ബിറ്റ്വീൻ ഒരു 1.2 തൊട്ട് ഒരു 1.5 CR വരെ ആവും. ഡെഫിനറ്റ്ലി ആകും. പക്ഷേ നമ്മുടെ നോർമലി റിസ്ക് ഫാക്ടർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇഫ് യു ഹാവ് 50 lakhs, 25 lakhsന് നമ്മൾ ഷെയർസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ 2 ഓഫ് ദ ക്ലിനിക്സ്. അപ്പൊ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ റിസ്ക് ഫാക്ടർ കുറഞ്ഞു, ഒരിടത്ത് കച്ചവടം കുറഞ്ഞാൽ അപ്പുറം കിട്ടുമെന്നല്ലേ, റിസ്ക് ഫാക്ടർ കുറഞ്ഞു. ഓക്കെ, സോ അത് നമ്മൾ എന്താ പറയുക, ഒരു പാർട്ട്ണർഷിപ്പ് ലെവലിലാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഡോക്ടേഴ്സ് വരുന്നവരുണ്ട്. ഈ പറഞ്ഞ സ്കാം കാരണം ഒരുപാട് ആൾക്കാർ സ്കെപ്റ്റിക്കലായിട്ട് വരുന്നവരുണ്ട്. എനിക്കൊരു ക്ലിനിക്ക് റൺ ചെയ്താൽ കൊള്ളുന്നുണ്ട്, പക്ഷേ ഡോക്ടർ ഞാനതിൽ ഇൻവെസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ, ഞാനൊരു പാത്തോളജിസ്റ്റാണ്, ഞാൻ റേഡിയോളജിസ്റ്റ്, ഓർത്തോപീഡിഷ്യൻസ് ഉണ്ട്, റേഡിയോളജിസ്റ്റുകളുണ്ട്, അനസ്തറ്റിസ്റ്റുകളുണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. അപ്പം നമ്മളവരോട് പറയും, ഡോക്ടറിൻ്റെ 1 CR ആണെങ്കിൽ 1 crore ആണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ 1 ക്ലിനിക്, ഇൻവെസ്റ്റ് ഇൻ 4 ക്ലിനിക്സ്. ഞങ്ങൾ അതിനുള്ള ഓപ്ഷൻസ് ഞങ്ങൾ തരാം, യു സെലക്ട്. ഇപ്പം ഞങ്ങൾക്ക് റണ്ണിങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്ന ക്ലിനിക്സ് ഞങ്ങൾ ഓപ്പൺ ആക്കി കൊടുക്കും, ഇതിൽ എവിടെ വേണം നിങ്ങൾക്ക്. സോ ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി അവർക്ക് റിസ്ക് ഫാക്ടർ കുറയ്ക്കും. ഇതെല്ലാം പറയുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് എങ്കിലും ഞാൻ പറയുകയാണ്, എല്ലാത്തിനും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ്. ഇതൊരു എന്താ പറയുക, സോളിസിറ്റിംഗ് ഒരു ഇതായിട്ടല്ല, ഒരു ഫ്രാഞ്ചൈസിക്കുള്ള അഡ്വർടൈസ്മെന്റ് രീതിയിലല്ല. നാളെ വന്നിട്ട് 25 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട് ഡോക്ടറെ, എനിക്കൊരു ഫ്രാഞ്ചൈസി തരും എന്ന് പറഞ്ഞ് വരാനുള്ള ഒരു വീഡിയോ അല്ല. അതുകൊണ്ടാണ് അത് കേൾക്കുന്നവർ ദേവി ഇത് മുഴുവൻ കേൾക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. സോ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം 25 lakhs കൊടുത്തിട്ട് പോലും യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. കാര്യം ഈ എസ്തറ്റിക് എന്ന് പറഞ്ഞ സാധനം ലാസ്റ്റ് ഒരു 2018-19 സമയത്ത് ഓൾമോസ്റ്റ് 2800 ക്ലിനിക്സോളാണ് കേരളത്തിലാണ് ഞാൻ പറയുന്നത്. ഓൾമോസ്റ്റ് 2800ഓളം ഈ എസ്തറ്റിക് റിലേറ്റഡ് ക്ലിനിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് 4500 ക്ലിനിക്സോളമായി. ഇന്ത്യയിൽ 17,000 കോടി രൂപയാണ് ഇന്ത്യയിലെ എസ്തറ്റിക്സിൻ്റെ വാല്യുവേഷൻ. 17,000 കോടി. ഡു യു നോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന എത്രയാണ്? 2034 ഇനിയിപ്പോൾ എത്രയുണ്ട്? 8 വർഷം കൊണ്ട് വി ആർ എക്സ്പെക്ടിങ് 60,000 crores. ഇത് എൻ്റെ കണക്കല്ല, ഇത് എന്താ പറയുക, വാലിഡേറ്റഡ് കണക്കുകളാണ്. 60,000 crores ആയി മാറാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് എന്ന് പറഞ്ഞാൽ ഇയർ ഓൺ ഇയർ 15% പ്ലസ് ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രിയാണ്.
ആളുകൾ അത്രയും സെൽഫ് കോൺഫിഡൻസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി. ഇപ്പം സ്റ്റാർബക്സിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർബക്സിൻ്റെ ഒരു രീതിയുണ്ട്. വി ഡോണ്ട് സെൽ കോഫീസ്, വി ആക്ച്വലി സെൽ എക്സ്പീരിയൻസ്. സിമിലർലി ഇപ്പം ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴത്തേന് പറയും വി ആർ ദ സ്റ്റാർബക്സ് ഓഫ് എസ്തെറ്റിക് മെഡിസിൻ. കൺസിസ്റ്റൻസിയിലും അതിൻ്റെ എക്സ്പീരിയൻസിലും. വെൻ ഇറ്റ് കംസ് ടു സയൻസ് വി വോണ്ട് ടു ബി ലൈക്ക് അപ്പോളോ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഡോൾച്ചയിൽ എല്ലാം സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ഈ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഇപ്പം മൈക്രോ ബ്ലീഡിംഗ് വരെ ഒരു കോസ്മെറ്റോളജി തെർമറ്റോളജി ക്ലിനിക്കിൽ കൊടുക്കുന്നുണ്ട് പലയിടത്തും കേട്ടോ, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല. ഹെയറിന് വേണ്ടി മാത്രമുള്ള ക്ലിനിക്കുകളിൽ ഇപ്പം ഹെയറിന്റെ കൂടെ തന്നെ ഹെയർ സ്കിൻ അടുത്ത ഒരു പേര് കൂടെ ഉണ്ടാകും. അങ്ങനെ അതൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ശൃംഖലയായിട്ട് പോകുന്നുണ്ട്. ഡോൾച്ചയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ മേഖല ഒരു വ്യക്തിയുടെ ബോഡിയിൽ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ കൈവയ്ക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വി സ്റ്റാർട്ട് ഫ്രം എസ്തെറ്റിക്സ് ആൻഡ് മെറ്റബോളിക് വെൽനസ്. അതിനാണ് ഞങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. മെറ്റബോളിക് വെൽനസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ബോഡി വെയിറ്റ് ലോസ്. ഫോർ എക്സാമ്പിൾ മോഞ്ചാരോ, ഇറ്റ്സ് എ ബിഗ് മാർക്കറ്റ്. ഞാൻ പറഞ്ഞ പോലെ അൺറെഗുലേറ്റഡ് ആയിട്ട് കിടക്കുക. മോഞ്ചാരോ ഹൈലി അൺറെഗുലേറ്റഡ് ആണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ അവിടെ നമ്മളിതിൻ്റെ റെഗുലേഷൻസ് കൊണ്ടുവന്ന് നമ്മുടെ ഡോൾച്ചയിൽ മെറ്റബോളിക് വെൽനസ്സിനൊരു വലിയൊരു സ്കോപ്പ് കൊടുക്കാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. ആൻഡ് ഇപ്പം അന്നെ പറഞ്ഞതുപോലെ ആസ് ഓഫ് നൗ ടുഡേ ഞങ്ങൾ ഒരുപാട് മെനു അതിന് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ടു മെനി ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ മെനുവിലില്ല. ലിമിറ്റഡ് സാധനങ്ങളേ ഉള്ളൂ. നമ്മളത് ചെയ്ത് ഫ്യൂച്ചറിൽ ലേറ്റർ ഓൺ എന്ത് പ്രൊഡക്റ്റ് വേണേലും യൂണിഫോംലി ഇൻ ഓൾ ദ ക്ലിനിക്സ് കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം ആവാം. ആ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റാഫിനും ഡോക്ടേഴ്സിനും നഴ്സസിനും എല്ലാവർക്കും അതിന് ട്രെയിനിങ് പ്രോട്ടോകോൾ കൊടുത്തിട്ട് നമ്മളത് എൻ്റർ ചെയ്യത്തുള്ളൂ. സോ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരു എന്താ പറയുക 1 year ആയിട്ടേ ഉള്ളൂ നമ്മളതെല്ലാം കൂടെ ഓപ്പറേഷണലായിട്ട്. ഒരു 4-5 ക്ലിനിക്സ് ആണ് ഇപ്പം റണ്ണിങ്, സോഫ്റ്റ് ഫേസിലാണ് ഞങ്ങൾ റൺ ചെയ്യുന്നത്. സോ ഞങ്ങളിപ്പോൾ ആക്ച്വലി ലാബ് രീതിയിലാണ് ഓടുന്നത്. ലാബ് പോലെ ഞങ്ങൾ പല ട്രയൽസും എറേഴ്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ വെച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ബിഗ് തിങ് ബട്ട് വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നാഷണലിയും ഇൻ്റർനാഷണലും എല്ലാ എൻക്വയറീസ് വരുന്നുണ്ട്. കാര്യം ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഓക്കെ, ഒരു ഇന്ത്യൻ എക്കോണമിയിലേക്ക് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്താണ് ഡോൾച്ചയിൽ പ്ലാൻ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഒരു കാര്യമാണ് മെഡിക്കൽ ടൂറിസം. കേട്ടിട്ടുണ്ടാവില്ല, പുറത്ത്. കേരളത്തിൽ നമുക്ക് ആയുർവേദം വളരെ ട്രെൻഡിങ് സാധനമാണ് അല്ലേ? നമ്മുടെ ഇന്ത്യയിലും സ്പെഷ്യലി നമ്മുടെ കേരളത്തിലും ഉള്ളതുപോലെ നോളജബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫും ലോകത്ത് തന്നെ ഇല്ല. ഇപ്പം സ്വിറ്റ്സർലൻഡ്, നോർവേ പോലുള്ള രാജ്യങ്ങളെല്ലാം ഇന്ത്യയായിട്ട് അല്ലെങ്കിൽ കേരളമായിട്ട് പർട്ടിക്കുലർലി ടൈഡപ്പ് ആവുന്നുണ്ട് അല്ലേ? ഇന്ത്യ വിൽ ടേക്ക് ഇന്ത്യ ആസ് സച്ച്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്രയും ഹ്യൂജ് ഹബ്ബാണ്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ ഇന്നും ഏസ്തറ്റിക്കിൻ്റെ ഒരു ഹബ്ബല്ല? പീപ്പിൾ ഗോ ടു തായ്ലൻഡ്, പീപ്പിൾ ഗോ ടു തുർക്കി പോലത്തെ രാജ്യങ്ങൾ. അപ്പോൾ തുർക്കിയിലേക്ക് ആൾക്കാർ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും US നിന്നും UK നിന്നും മിഡിൽ ഈസ്റ്റ് നിന്നും എല്ലാം തുർക്കിയിലേക്ക് പോകും. കാര്യം അതിനവരെ ഓർഗനൈസ് ചെയ്ത് റെഗുലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന സെക്ടറാണ്. ഇപ്പം ഇന്ത്യയിൽ ഇല്ലാത്തൊരു കാര്യമാണ് റെഗുലേഷൻ. ബ്യൂട്ടീഷ്യൻസ് ഉണ്ട്, കോസ്മെറ്റോളജിസ്റ്റ് ഉണ്ട്. ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റാർട്ട് അനദർ ന്യൂ കോൺട്രവേഴ്സി. സോ ഇന്ത്യ പോലത്തെ രാജ്യത്ത് ദർ ഇസ് പ്ലേസ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള എക്കോണമി ഉണ്ട് ഇന്ത്യയിൽ. പുറത്തുനിന്നുള്ള പല രാജ്യക്കാർ ഇന്ത്യയിലേക്ക് കയറാനാണ്, എൻ്റർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ സമയം നമ്മളിവിടെ കിടന്ന് തല്ലുപിടിക്കുക, എനിക്ക് ചെയ്യാൻ പാടില്ല, അവളത് ചെയ്യാൻ പാടില്ല, ഇവനത് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിനെന്താ കൊണ്ടുവരേണ്ടത്? റെഗുലേഷൻസ്. യു നോ വാട്ട്, ആരെന്ത് ചെയ്യണം. നമ്മൾ ഇപ്പം നേരെ തിരിച്ചു പറയുക, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ആയാലും അത് ചെയ്യാൻ പാടില്ല. അതിന് നമ്മൾ കാർട്ടൽ എന്ന് പറയും. എല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ലോബിയായി, കാർട്ടലായി. വി ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. പക്ഷേ വി വിൽ കം ടുഗെദർ ഫോർ സ്റ്റാൻഡേർഡ്സ്. വിൽ കോമ്പീറ്റ് ഇൻ ബിസിനസ് ബട്ട് വിൽ കം ടുഗെദർ ഇൻ സ്റ്റാൻഡേർഡ്സ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സെൽഫ് റെഗുലേറ്ററി ബോഡിയാണ് നാസ്കോം എന്ന് പറഞ്ഞാൽ. നമ്മുടെ IT ഒരുപാട് കമ്പനീസ് നേരത്തെ ഉണ്ടായിരുന്നു. ഇതുങ്ങൾ തമ്മിൽ വഴക്കും ബഹളവും. ഗവൺമെൻറ് ഇടപെടുന്നതിന് മുന്നേ പ്രൈവറ്റ് ആയിട്ട് അവരൊരു ബോഡി ഉണ്ടായി, സെൽഫ് റെഗുലേറ്ററി ബോഡി ഉണ്ടാക്കി, നാസ്കോം. അതേപോലത്തെ ഒരു ബോഡിയാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇത് അഗെയിൻ ഒരു പ്രൈവറ്റ് ഒരു അസോസിയേഷനാണ്, സെൽഫ് റെഗുലേറ്റഡ് അതോറിറ്റിയാണ്, ഗവൺമെൻറ് അല്ല. ഇവർ സെൽഫ് റെഗുലേറ്ററി ആണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എന്താ പറയുക, നിനക്കും ചെയ്യാം, അവനും ചെയ്യാം, എനിക്കും ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഒരു ധാരണ കൊണ്ടുവന്നു, ആർക്കെന്തൊക്കെ ചെയ്യാം. ബിക്കോസ് ഇന്ത്യ പോലത്തെ രാജ്യത്ത് എല്ലാവർക്കും സ്ഥാനമുണ്ട്, ആരെയും മാറ്റി നിർത്തണ്ട. അവന് ചെയ്യാൻ പാടില്ല, ഇവന് ചെയ്യാൻ പാടില്ല എന്നല്ല.
നിനക്ക് എന്ത് ചെയ്യാൻ നാം പഠിപ്പിച്ചു കൊടുക്കാൻ. ഇന്നയാൾ ചെയ്യാൻ പാടില്ല, കഴിഞ്ഞ എൻഡ് ഓഫ് സ്റ്റോറി. അവൻ എന്തൊക്കെ ചെയ്യാം അത് പറഞ്ഞു കൊടുക്കേ. ഹെൽപ്പ് ഹിം ഔട്ട്, കൊളാബറേറ്റ്, സപ്പോർട്ട് ഹിം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു ഡോക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെൽഫ് റെഗുലേറ്ററി അതോറിറ്റി ഷുഡ് ഹെൽപ്പ് ദം ഔട്ട്. അപ്പോൾ ആർക്കാ ബെനിഫിറ്റ് കിട്ടുന്നത്? നമ്മുടെ ആൾക്കാർക്ക് തന്നെ ബെനിഫിറ്റ് ആണ്. അൾട്ടിമേറ്റ്ലി അത് ആർക്കാ ബെനിഫിറ്റ് വരുന്നത്? ടു ദ നേഷൻ. എക്കോണമിയാണ് വളരുന്നത്. അപ്പം ഇപ്പം എക്കോണമിയും വളരില്ല, സ്വന്തമായിട്ടും വളരില്ല, അവനും വളരരുത്, എനിക്കും വളരാൻ പറ്റില്ല എന്ന രീതിയിലാണ് നിൽക്കുന്നത്. റെഗുലേഷൻസ്. I don't deny the fact that lot of issues are happening in the field of aesthetic medicine. പക്ഷെ അവിടെ റെഗുലേഷൻസ് ഇല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ആരും ചെറിയ ആൾക്കാരും ആരും വലിയ ആൾക്കാരും ഇതില്ല, റെഗുലേഷൻസ് ഇല്ല. ഈ എന്താ പറയുക, ഡോക്ടേഴ്സിൻ്റെ അവരുടെ ഒരു ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ ബോഡി അല്ല ഇത് റെഗുലേറ്റ് ചെയ്യേണ്ടത്. അതിനെല്ലാവർക്കും സ്ഥാനം വരുന്ന രീതിയിൽ അസോസിയേഷൻസ് രൂപീകരിക്കണം. അത് കൗൺസിൽ വരണം, ഗവൺമെൻറ്റിനല്ല. ആക്ച്വലി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കേണ്ടതാണ്. എല്ലാവരും ഒരുമിച്ചിരുന്നു വാട്ട് ഈസ് എ റെഗുലേഷൻ ദാറ്റ് വി ഹാവ് ടു കം വിത്ത്. ഇന്ന ആൾക്ക് എന്നത് ചെയ്യാം, ബ്യൂട്ടീഷ്യൻ എന്ത് ചെയ്യാം, ഡെൻറ്റിസ്റ്റിന് എന്ത് ചെയ്യാം, നീ അത് ചെയ്യേ. ഈ പാർട്ട് നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് തരാം, ഞങ്ങളുടെ ഡോക്ടേഴ്സിന് നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഇത് ചെയ്യേ. ബ്യൂട്ടിഫുൾ തിങ് അല്ലേ ഇമാജിൻ ചെയ്യുമ്പോഴത്തേക്ക്. ഐ ഹോപ്പ് നിയർ ഇയേഴ്സിൽ ഇന്ത്യയിൽ അത് കാണാൻ പറ്റുമെന്ന്. കാര്യം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ, ഇന്ത്യയിലേക്ക് ആൾക്കാർ ഒഴുകും. ഇന്ന് ഇന്ത്യ ഇസ് നോൺ ഫോർ ലിവർ ട്രാൻസ്പ്ലാന്റ്, കാർഡിയാക് സർജറീസ് എല്ലാം. വൈ നോട്ട് ഫോർ എസ്തെറ്റിക്? പക്ഷേ ഡെന്റലിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതെ, ഡെന്റൽ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എസ്തെറ്റിക്കിലും ആക്ച്വലി കൊണ്ടുവരാൻ പറ്റും എസ്തെറ്റിക്. പക്ഷേ റെഗുലേഷൻസ് വരണം. ആരാ കൊണ്ടുവരേണ്ടത്? ഗവൺമെൻറ് അല്ല കൊണ്ടുവരേണ്ടത്. ഗവൺമെൻറ്റിനായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നതിന് പകരം നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഇതിനൊരു റെഗുലേറ്ററി ബോഡി കൊണ്ടുവന്ന് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാം, ഒരാളെയും മാറ്റി നിർത്തരുത്. അതെനിക്ക് ഭയങ്കര, അതാണ് എനിക്ക് ഹേർട്ട് ചെയ്യുന്ന കാര്യം. വെദർ ഇറ്റ് ഈസ് ആയുർവേദ ഡോക്ടർ ഓർ ഹോമിയോ ഓർ ആരാണെങ്കിലും എല്ലാവർക്കും ഇതിനകത്ത് റോളുണ്ട്. ഇന്ത്യ ഇസ് എ റിച്ച് കൺട്രി. റിച്ച് ഇൻ വാട്ട്? റിച്ച് ഇൻ ഹെറിറ്റേജ്, റിച്ച് ഇൻ നോളജ്, റിച്ച് ഇൻ ലിറ്ററേറ്റ് പീപ്പിൾ. എല്ലാ രീതിയിലും റിച്ചാണ് നമ്മുടെ രാജ്യം. അപ്പം നമ്മുടെ ആൾക്കാരെ തന്നെ കൂടെ കൂട്ടി റെഗുലേറ്ററി ബോഡി കൊണ്ടുവന്ന് ഇന്ന ആൾക്ക് ഇത് ചെയ്യാം, നീ ഇത് ചെയ്യാം, നിനക്കത് കുറവുണ്ടോ, നിന്റെ ക്ലിനിക്കിൽ ഇന്നയാളുടെ കുറവുണ്ടോ, യെസ് വി വിൽ പ്രൊവൈഡ് ഇറ്റ്. അവനും വളരുക, ഞാനും വളരുക. അവനും എങ്ങനെ വളരുന്നത്? ഐ വിൽ ടെൽ യു എൻ എക്സാമ്പിൾ. ആൾക്കാരുടെ ഒരു ധാരണ ഉണ്ടല്ലോ, ഈ വളരെ നാരോ മൈൻഡഡ്. വേറൊരു ക്ലിനിക്ക് ഇപ്പോൾ വന്ന് എനിക്ക് പണിയായി എൻ്റെ ക്ലിനിക്കിൽ എൻ്റെ പേഷ്യൻസ് അങ്ങോട്ട് പോകും എന്നൊരു ധാരണയാണ്. പിന്നെ റേറ്റ് കുറയ്ക്കുക, പിന്നെ പ്രശ്നമായി, പിന്നെ അവനെ തിരിഞ്ഞു നോക്കത്തില്ല, വഴക്കായി, ബഹളമായി. ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്റ്റഡി തന്നെ ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പെപ്സിയൊക്കെ ഡിസ്പെൻസ് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ, എന്താ നമ്മൾ പറയുക നോർമലി, ആ ഡിസ്പെൻസ് ചെയ്യുന്ന മെഷീൻ, അതിന് നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്ന മെഷീൻ, വെൻഡിങ് മെഷീൻ. ഹാർവാർഡ് ഡിഡ് എ സ്റ്റഡി. പെപ്സിയുടെ മാത്രം വെൻഡിങ് മെഷീൻ ഒരിടത്ത് കൊണ്ടുവച്ചു തിരക്കുള്ള സ്ഥലത്ത്. കൊക്കക്കോളയുടെ മാത്രം വെൻഡിങ് മെഷീൻ വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചു. ഇത് രണ്ടും ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു. ആൻഡ് ദേ ഡിഡ് എ സ്റ്റഡി. ഇതിൽ ഏറ്റവും ബെനിഫിറ്റഡ് ആയത് എവിടെയാണെന്നറിയോ? ഒരുമിച്ച് വെച്ചെടുത്ത. വൈ? ബിക്കോസ് പെപ്സി മാത്രമുള്ളിടത്ത് ഒരാൾ അതിലേക്ക് വരികയാണ്, വെൻഡ് ചെയ്യാൻ വരുമ്പോഴത്തേന് ഹി ഹാസ് 2 ചോയ്സസ്, വെദർ ടു ബൈ പെപ്സി ഓർ നോട്ട്. രണ്ട് ചോയ്സുകൾ. നമ്മൾ മനുഷ്യർ എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് ചോയ്സസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ 1-2 ചോയ്സസ് ലിമിറ്റഡാണ്. കൊക്കക്കോള മാത്രം എടുക്കാൻ പറ്റും, അവിടെയും അവൻ്റെ ചിന്ത കൊക്കക്കോള വേണോ അതോ കുടിക്കണ്ട, വേറെ ഓപ്ഷൻ ഇല്ല. നേരെ മറിച്ച് കൊക്കക്കോളയും പെപ്സി ഉള്ളിടത്ത് ഈതർ കൊക്കക്കോള വേണോ പെപ്സി വേണോ ഇതേ ഉള്ളൂ. അവന് കുടിക്കണ്ടെന്ന് ഒരെണ്ണത്തിനേക്കാളും കൂടുതൽ കൊക്കക്കോള വേണോ പെപ്സി വേണോ. ആൻഡ് ദേ മെയ്ഡ് മണി. ചൈന ഫോർ എക്സാമ്പിൾ, ചൈനയിൽ ഗോഞ്ചോയിൽ പോയി കഴിഞ്ഞാൽ ഫർണിച്ചർ മാർക്കറ്റ് അല്ലെങ്കിൽ ഫർണിച്ചറിന്റെ മാനുഫാക്ചറിങ് എല്ലാം ഒരുമിച്ചായിരിക്കുന്നത്. എന്തേ കോമ്പറ്റീഷൻ? കാരണം അവർക്കെല്ലാം ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ ഞങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, ബൈ ഹാൻഡ് എന്നുള്ള പേരിൽ. അപ്പോൾ ഞങ്ങളോട് എല്ലാവരും ചോദിച്ചു, ഇനി നിങ്ങളുടെ അടുത്ത് തുണിക്കടകൾ നിങ്ങളുടെ അടുത്ത് ഇനി വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമോ? കാരണം ഇറ്റ്സ് കൈൻഡ് ഓഫ് പ്രൊമോഷൻ. അപ്പോൾ അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമോ? നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലേ? ഞാൻ എല്ലാവരും പറഞ്ഞു അങ്ങനൊന്നും ഇല്ല. എന്റെ കടയിൽ നിന്ന് ഉടുപ്പ് മേടിക്കുന്നവൻ നിന്റെ കടയിൽ നിന്ന് വന്ന് മേടിക്കും. അത് അവനോനുള്ളത് അവനോന് കിട്ടും. അത് ഇപ്പം ഞാൻ നമ്മുടെ പിള്ളേരുടെ അടുത്ത്, നമ്മുടെ മാർക്കറ്റിങ്ങിലെ പിള്ളേർ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം അടുത്തൊരു ക്ലിനിക്ക് വന്നു, നമ്മുടെ നല്ലതാ, പീപ്പിൾ വിൽ ഗെറ്റ് അവെയർ. എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രയും ക്ലിനിക്ക് വന്നത്? അവയർനെസ് കൂടിയില്ലേ? അതിൻ്റെ ഇത് ഇൻഫ്ലുവൻസസ് മാത്രമല്ല, മോർ ആൻഡ് മോർ ക്ലിനിക്സ് വന്നു. എന്താണ് പ്രൊസീജിയർ, എന്താണ് അതിൻ്റെ എക്യുപ്മെൻറ്റ്, എന്താണ് പ്രോട്ടോകോൾ, എന്താണ് പ്രോഗ്രാം, എന്താണ് സൈഡ് എഫക്ട്സ്, എന്താണ്, നിന്ന് ആൾക്കാർ അവെയർ ആണ്. സോ ദാറ്റ് ഈസ് ഗുഡ് ഫോർ ദ എക്കോണമി.
ആൾക്കാർ കൂടുതൽ ചെയ്യുക, കൂടുതൽ ക്ലിനിക്സ് വരുന്നു, ഇന്ന് കൂടുതൽ ആൾക്കാർ സെൽഫ് അവെയർ ആവുന്നു, കൂടുതൽ ഓപ്ഷൻസ് വരുന്നു. അതുകൊണ്ട് തന്നെ ഡോൾച്ചയിൽ ഒരു ചെറിയ ഡിഫറൻസ് കൂടുണ്ട്. ഞങ്ങൾ ഇന്നും എറണാകുളത്തേക്ക് വന്നിട്ടില്ല. വൈ? വി സ്റ്റാർട്ടഡ് ഇൻ ചേർത്തല. കാരണം ടയർ 2 സിറ്റീസ്. ആസ്പയറിങ് മണി ഉള്ള ആൾക്കാർ അവിടെയും ഉണ്ട്. ആൻഡ് ഇന്നത്തെ രീതിയിൽ അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ദേ ഹാവ് ടു കം ടു കൊച്ചി ഓർ ദേ ഹാവ് ടു ഗോ ടു കോട്ടയം. ശരി. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ ടയർ 2 സിറ്റീസ്. അല്ലാതെ നമ്മളുണ്ട്, നമ്മളിപ്പോൾ കാലിക്കറ്റ് സെൻട്രലൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും പാല, ചേർത്തല ഇങ്ങനെയുള്ള ഏരിയാസാണ് ഞങ്ങൾ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. കാര്യം ആസ്പയറിങ് മണിയുള്ള ആൾക്കാർ ഉണ്ട്. അത് ശരിയായിട്ടോ. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ വീട് ഇടുക്കിയില്ല. അപ്പം അടിമാലിയാ. അപ്പൊ അടിമാലിയിൽ നിന്ന് കുറച്ച് ഈ കട്ടപ്പന ആ ഒരു നെടുങ്കണ്ട ഏരിയയിലേക്ക് കഴിഞ്ഞ ദിവസം ട്രാവൽ ചെയ്തപ്പോൾ നിറയെ ഡിഫൻഡർ, എല്ലാം ഇടുക്കി രജിസ്ട്രേഷൻ, നെടുങ്കണ്ടം കട്ടപ്പന രജിസ്ട്രേഷൻ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു ഇത് എന്തായിരിക്കും ഇങ്ങനെ. അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഡിഫൻഡർ എടുത്തു. ചേട്ടാ നിനക്കൊക്കെ ഇത് എവിടെ നിന്നാ പെട്ടെന്ന് കാശ്? ഏലത്തിന് വില കൂടി മോളെ. അപ്പോൾ ആളുകൾ ബൈയിങ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടി. ആ ഡിസ്പോസിബിൾ ഇൻകം ഒരുപാട് കൂടി. അപ്പോൾ അത് സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലം ഓപ്പർച്യൂണിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കോമ്പറ്റിംഗ് സിറ്റീസ്, അല്ലെങ്കിൽ ഇത് ഒരുപാട് സാച്ചുറേറ്റഡ് മാർക്കറ്റ്, കോമ്പറ്റിംഗ് അല്ല സാച്ചുറേറ്റഡ് മാർക്കറ്റിലേക്ക് ഞങ്ങൾ വരും. വളരെ സ്ലോ ആണ്. സോ നമ്മൾ അവർ ടൈം സേവ് ചെയ്യാണ്. ചേർത്തലയിൽ നിന്ന് കൊച്ചി വരെ വരാനുള്ള ഒരാളുടെ ടൈം കൂടെ സേവ് ചെയ്യാണ്. പിന്നെ ആൾക്കാർ എന്തുകൊണ്ടാണ് കൊച്ചി പ്രിഫർ എന്ന് വെച്ചാൽ 1-2 കാര്യങ്ങളുണ്ട്. അതായത് അവർക്ക് ഷോപ്പിംഗ് നടക്കും, അവർക്ക് എല്ലാം നടക്കും എന്നുള്ളൊരു സാധനമുണ്ട്. സ്റ്റാൻഡേർഡൈസേഷൻ്റെ കാര്യത്തിൽ ആ ഒരു ധാരണ അവർക്ക് വേണ്ട. കൊച്ചിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ കിട്ടുന്ന സെയിം സ്റ്റാൻഡേർഡിൽ നമുക്ക് ചേർത്തല കിട്ടും, പാലയിലും കൊടുക്കും. സോ വി ഹാവ് ദി SOP, വി ഹാവ് ദ പ്രോട്ടോകോൾ, വി ഹാവ് ദ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർ ദാറ്റ്. അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഡോൾച്ചയുടെ ഫ്യൂച്ചർ? അവർ വിഷൻ ഈസ് ഹ്യൂജ്. അവർ വിഷൻ ഈസ് ടു ഹാവ് അറൌണ്ട് 500 to 600 clinics in about 5 years time. നാഷണലി ആൻഡ് ഇന്റർനാഷണലി. അപ്പം ഇന്റർനാഷണലി നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും വരുന്നുണ്ട്. സ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് ഭാഗത്തുനിന്നാണ് ഇപ്പം ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് വിളിക്കുന്നത്. പക്ഷേ ഇപ്പം മിഡിൽ ഈസ്റ്റിന് ഒരു ഇൻസ്റ്റെബിലിറ്റി കാരണം നമ്മളതങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയൊരു ഇൻസ്റ്റെബിലിറ്റി കാരണം ഞങ്ങളിങ്ങനെ അതിൻ്റെ ഒരു ടൈം കൊടുത്തിരിക്കുകയാണ്. സോ നമ്മൾ ആസ് ഓഫ് നൗ നമ്മൾ 2-3 മാർക്കറ്റാണ് നമ്മൾ വളരെ പൊട്ടൻഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇന്ത്യ, ഓഫ് കോഴ്സ് ഇന്ത്യ, ശ്രീലങ്ക ആൻഡ് ആഫ്രിക്ക. ഇത്രയും മാർക്കറ്റ്സ് ആണ് നമ്മുടെ പൊട്ടൻഷ്യലായിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന മാർക്കറ്റ്സ്. അപ്പം ശ്രീലങ്ക ആണെങ്കിൽ ഒരുപാട് ടൂറിസം, ഇന്ത്യയുടെ വിസയുടെ റെഗുലേഷൻസിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഒരുപാട് പേര് ശ്രീലങ്കയിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് ലോട്ട് ഓഫ് ക്ലിനിക്സ് ആൻഡ് എവറിത്തിങ്. അപ്കമിങ് ക്ലിനിക്സ് ഒരുപാടുണ്ട്. സോ ശ്രീലങ്ക ഈസ് എ ബിഗ് മാർക്കറ്റ്. അപ്പം അവിടുത്തെ ഒരു മേജർ ഹോസ്പിറ്റലായിട്ടാണ് നമ്മളിപ്പോൾ കൊളാബറേഷന് വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ആ 25 ലക്ഷം രൂപയിൽ സ്റ്റക്കായി നിൽക്കും കേട്ടോ. കാരണം നമുക്ക് ഇപ്പം പെട്ടെന്നൊരു ഓൺട്രപ്രണർ ആകണം, അല്ലെങ്കിൽ എൻ്റെ ഫണ്ട് എവിടെയെങ്കിലും സേഫ് ആയിട്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാർ ഒരു 25 ലക്ഷം രൂപ എന്നാണെങ്കിലും മുടക്കാൻ തയ്യാറാക്കി വെച്ച് ഒരു റിസ്ക് എടുക്കണ്ടെങ്കിൽ എന്തായാലും ചിന്തിക്കുമല്ലോ. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, പക്ഷെ ഇവിടെ ഇച്ചിരി കുറവാണ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ. മറ്റേത് നമ്മൾ കൂടെ മാനേജ് ചെയ്യണമല്ലോ, ഇത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ഈശ്വര ഭഗവാനെ എന്റെ സ്ഥാപനം ഇടപെടരുതേ എന്ന് പറയും. കാര്യം ടൂ മെനി കുക്സ് സ്പോയിൽസ് എ ബ്രോത്ത്. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓപ്പറേഷൻസ് സെൻട്രലി തന്നെ മാനേജ് ചെയ്യുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഞാൻ എന്റെ 25 ലക്ഷം രൂപ മുടക്കിയാൽ ഈ കേരളത്തിൽ മാത്രമാണോ എനിക്ക് ഉറപ്പായിട്ടുമല്ല, കേരളത്തിൽ മാത്രമാണോ എനിക്ക് ഓർഡർ ആവാൻ സാധിക്കും? ഉറപ്പായിട്ടുമല്ല. ശ്രീലങ്കയെ പറ്റുമോ? ശ്രീലങ്കയിലെ ഔട്ട്സൈഡ് ദ ജൂറിസ്ഡിക്ഷൻ, ഇന്ത്യക്ക് പുറമേ ഉള്ളത് അത് നമ്മൾ നോക്കിയും കണ്ട് നമുക്ക് ചെയ്യാം. ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെതായിട്ടുള്ള ലീഗാലിറ്റീസ് കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ കൂടുതലുള്ള ഡോക്ടേഴ്സ് ഹു ഹാവ് ഇൻവെസ്റ്റഡ്, അവർ ബാംഗ്ലൂർ, ചെന്നൈ ഇവിടെയൊക്കെ ഞങ്ങളുടെ സെന്റേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഡോക്ടേഴ്സ്. സോ ഇൻസൈഡ് ഇന്ത്യ ഇറ്റ്സ് ഈസി. പുറത്തേക്ക് പോകുമ്പോൾ ഇതിന് കുറച്ച് ലീഗാലിറ്റീസ് കൂടുതലാണ്. ബട്ട് ഡെഫിനറ്റ്ലി. പിന്നെ പ്രത്യേകിച്ചും ഇപ്പം ന്യൂസിലൻഡിൽ ആക്ച്വലി ഞങ്ങൾക്ക് നമ്മുടെ ഒക്ടോബറിൽ ഓപ്പൺ ചെയ്യും. അത് ആക്ച്വലി ഇന്ത്യൻ ആണ്. അവിടെ കുറച്ചുകൂടെ ഈ പറഞ്ഞ രജിസ്റ്റേർഡ് നഴ്സസ്, RNs ഇതൊക്കെ ചെയ്യാൻ പറ്റും. സോ അവിടെ ആക്ച്വലി ഒരു ഇന്ത്യൻ RN ആണ് ഇനീഷ്യേറ്റീവ് എടുത്ത് അവിടെ ഒരു ന്യൂസിലൻഡിലെ ഒരു ഡോക്ടറിനെയും കൊണ്ടുവന്ന് ആൻഡ് ദേ ആർ ഇൻവെസ്റ്റിംഗ് ആൻഡ് വി ആർ റണ്ണിങ് ദ ഷോ ഫോർ ദം. അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി. സോ ജൂറിസ്ഡിക്ഷൻ മാറുമ്പോൾ ലീഗാലിറ്റീസിന് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അതല്ലാത്രത്തോളം ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻവെസ്റ്റ് എനിവെയർ ഇൻ ദ വേൾഡ്. ഞാൻ ഡോക്ടർ പറഞ്ഞ മറ്റേ പോയിന്റിലേക്ക് വരികയാണ്. ഇപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു റെഗുലേറ്ററി സിസ്റ്റം ഇതിന് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു കൗൺസിൽ ഇതിന് കൊണ്ടുവരണം. പക്ഷെ ഇതിന് ആര് തുടക്കം കുറിക്കും എന്നുള്ളൊരു ചിന്ത പലപ്പോഴും എല്ലാവരും ചിന്തിക്കും, ആരെങ്കിലും തുടങ്ങട്ടെ, ഞാൻ ജോയിൻ ചെയ്യാം. ഇതിന്റെ ഒരു പ്രോബ്ലം ഇത് ആരെങ്കിലും തുടങ്ങട്ടെ എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, അൺഫോർച്ചുനേറ്റ്ലി ഇത് കുറച്ച് ലോബീസിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്.
അപ്പം അത് ആക്ച്വലി താഴെയുള്ളവരത് മനസ്സിലാക്കുന്നില്ല. അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ദാറ്റ് ഇസ് എ ഫാക്റ്റ്. അപ്പോൾ പുതിയ കുട്ടികളെ ഇറങ്ങുമ്പോഴും അവർ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. ഇത് വേറെ ആരും ചെയ്യരുത്, ഇത് എൻ്റെ സെഗ്മെൻറ്റാണ്. മെഡിക്കൽ രീതിയിൽ മെഡിസിൻ എന്ന് പറയുന്ന സാധനം ആർക്കും വളച്ച് കെട്ടി സ്വന്തമാക്കി വെക്കാൻ പറ്റില്ല. ആ ഹ്യൂമൻ ബോഡി ഒരിക്കലും ഇന്ന പാർട്ട് ഒരാൾക്ക് എന്നുള്ള രീതിയിൽ എഴുതി വെക്കാൻ പറ്റില്ല. അതിനാണ് MBBS എന്നൊരു ബേസിക് ഡിഗ്രി കൊടുക്കുന്നത്. അതിനുശേഷം ഓരോന്നിനും സ്പെഷ്യാലിറ്റി വരികയാണ്. അത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് മാറുകയാണ്. സോ വി ഓൾ ഷുഡ് ജോയിൻ ഹാൻഡ്സ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദിസ് MBBS. ആ ഒരു മോഡേൺ മെഡിസിൻ മാത്രമല്ല ഞാൻ പറഞ്ഞത്, അലോപ്പതിയും ആയുർവേദം ഇതെല്ലാം സയൻസാണ്. എല്ലാം സയൻസ് തന്നെയാണ്. അതെല്ലാം റിച്ച് ആയിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വരണം. അതിന് യെസ് ശരിയാണ്, ആര് തുടക്കം കുറിക്കും എന്നുള്ളത് ഐ വെൽക്കം, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ഇപ്പോൾ ഡോക്ടർ നിലൂഫറിൻ്റെ കാര്യം പറഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് ഡോക്ടേഴ്സ്. ഡോക്ടർ ജെഫ്രി ഹു ഈസ് ആൻ ഡെർമറ്റോളജിസ്റ്റ് ഫ്രം മുംബൈ. അപ്പോൾ ഡോക്ടർ ജെഫ്രി ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ, ഹീസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ദീസ് തിങ്സ്, ബ്രിങ്ങിങ് ടുഗെദർ പീപ്പിൾ, ബ്രിങ്ങിങ് ടുഗെദർ ഡിഫറെൻറ്റ് പ്രൊഫഷണൽ അസോസിയേഷൻസ് കൂടെ വരണം. ഡിഫറെൻറ്റ് അസോസിയേഷൻസ്, അതായത് ഡെർമറ്റോളജി അസോസിയേഷൻ ആയിക്കോട്ടെ, മാക്സിലോഫേഷ്യൽ അസോസിയേഷൻ ആയിക്കോട്ടെ, MBBSകാരുടെ GP അസോസിയേഷൻ ആയിക്കോട്ടെ, ദീസ് അസോസിയേഷൻസ് ടു കം ടുഗെദർ, ഷുഡ് കം ടുഗെദർ. ഓക്കെ, റെഗുലേഷൻ കൊണ്ടുവരും, ആർക്കൊക്കെ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈ പോഡ്കാസ്റ്റിന് ശേഷം ഉണ്ടാവുന്ന ഏറ്റവും വലിയ മാറ്റം അതായിരിക്കും. ഡോക്ടറെ അന്വേഷിച്ച് കുറെ കോള് വരും, ഡോക്ടർ നമുക്കിത് എങ്ങനെ തുടങ്ങാം, ഡോക്ടർ ജോസഫ് തന്നെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കും. സോ ഹാപ്പി ടു ഡു ദാറ്റ്. ലെറ്റ്സ് സീ. ഇന്നല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല, ടു ബി ഓണസ്റ്റ്. കാര്യം അത്രത്തോളം ഇഷ്യൂസും കാര്യങ്ങളുമാണ് ഇപ്പം ഇൻഡസ്ട്രിയിലുള്ളത്. അപ്പം ഈവൻ ബ്യൂട്ടീഷ്യൻസ് ആണെങ്കിലും ദേ ആർ ഓൾസോ എന്താ പറയുക, നമ്മുടെ പാർട്ട് ഓഫ് ദി നേഷൻ. കോസ്മെറ്റോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നവർ എല്ലാവരും പാർട്ട് ഓഫ് ദ നേഷനാണ്. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പയ്യെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ടായിരുന്ന, ഒരുപാട് മൂവ്മെൻറ്റ്സിന് തുടക്കം കുറിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആവട്ടെ. 10 വർഷമായി തുടങ്ങിയിട്ട്. മെറ്റ് ലോഞ്ചസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് തുടക്കം. ഇന്ന് ഡോൾച്ചയിൽ അടുത്ത 5 വർഷത്തിൽ ഇന്റർനാഷണൽ ലെവലിൽ 600 ക്ലിനിക്സുകളാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് നേടിയിട്ടുണ്ട്. തോൽവികളും ഇൻ ബിറ്റ്വീൻ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതെ, എന്നാൽ ഞാനൊരു കാര്യം കൂടെ, അതായത് ഇപ്പോൾ പറഞ്ഞു ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്ന് തന്നെ പറഞ്ഞില്ല. യെസ്, എൻ്റെ അടുത്ത് ഇപ്പോൾ 10 years ആയി ഇതിൻ്റെ പുറകെ നിൽക്കുന്നു. ആൻഡ് ഇപ്പം ഞങ്ങളുടെ ടീം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 200-250 വരുന്ന ഒരു വലിയൊരു ഗ്രൂപ്പാണ്. ഞങ്ങൾക്ക് എംപ്ലോയീസ് അത്രത്തോളം ഉണ്ട്. അപ്പം ഡോക്ടേഴ്സ്, ഐ എം യങ്. അപ്പോൾ പല ആൾക്കാരും അടുത്ത് ചോദിക്കും, യു ആർ എ വിഷണറി. ആൻഡ് ഐ ടെൽ ദം ദാറ്റ് ഐ എം നോട്ട് എ വിഷണറി, ഐ എം എ മാൻ വിത്ത് ഡ്രീംസ്. എപ്പോഴാണെന്നറിയോ ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു വിഷണറി എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്, എ പേഴ്സൺ വിത്ത് ഡ്രീംസ്, വെൻ പീപ്പിൾ ആർ കമ്മിങ് വിത്ത് ഹിം, അവർക്ക് ഈ ഡ്രീംസ് കൊടുക്കാനും ഇവരെല്ലാവരും ഒരേപോലെ സ്വപ്നം കാണാനും പറ്റുമ്പോഴാണ് വിഷണറി ഉണ്ടാവുക, വിഷൻ ഉണ്ടാവുക. അതുവരെ ഡ്രീമാണ്, അതുവരെ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കാം. പക്ഷെ അതിന് പറ്റുന്ന ആൾക്കാരെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് അവർക്കും ഈ ഡ്രീം കൊടുത്ത് അവരുടെ ഡ്രീം ആക്കി ഇത് മാറ്റുക. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും തോട്ടലുണ്ട്, 5 വർഷത്തിന് ശേഷം 600 ക്ലിനിക്ക് നമുക്ക് വേണം, അതിനുള്ളിൽ അങ്ങനെ വേണം. സോ വെൻ ദേ ഡ്രീം ടുഗെദർ വിത്ത് മീ. അപ്പം ഞാൻ ആൾക്കാരെ വിളിക്കുമ്പോഴും പറയുമ്പോഴത്തേക്കും, യു കം വിത്ത് മീ, വി വിൽ ഡ്രീം ടുഗെദർ. നമുക്ക് സ്വപ്നം കാണാം, ഒരുമിച്ച് സ്വപ്നം കണ്ടാലേ അതൊരു വിഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. സോ ലെറ്റ് us ഡ്രീം ടുഗെദർ. അതെ. അപ്പം ഞാൻ എൻ്റെ ചോദ്യം ഒന്നോടെ ചോദിക്കുന്നു. 10 വർഷങ്ങൾ മെറ്റ് ലോഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയൊരു തുടക്കം, ഡോൾച്ചെ തുടക്കം എന്ന് പറയാൻ പറ്റില്ല, പുതിയൊരു വിങ്, ഒരുപാട് മുന്നോട്ട് പോയ പുതിയൊരു വിങ്. ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് തോൽവികൾ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു വിഷണറിയാണ്. കൂടെ വരുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തി സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്ന ഒരു വിഷണറിയാണ്. ലൈഫിൽ ഏറ്റവും പ്രൗഡ് മൊമെന്റ് എന്തായിരിക്കും? ലൈഫിൽ ഏറ്റവും പ്രൗഡ് മൊമെൻ്റ് എന്ന് ചോദിച്ചാൽ, കൂടെ ഉള്ള കൊളീഗ്സ് വെൻ ദേ സക്സീഡ് ഇൻ സംതിങ്, ഐ ലവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെയുള്ള പിള്ളേർ അവർക്ക് ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഐ നറിഷ് ദാറ്റ്. അപ്പം ഞാൻ റീസെൻ്റ്ലി ഞങ്ങളുടെ കൂടെയുള്ള 2 പേരെ ഇങ്ങനെ ഇവരൊന്നും എൻ്റെ അടുത്ത് പറയില്ല. അങ്ങനെ ഒരാൾക്ക് ചെറിയ ഈ മാലയും വളയൊക്കെ ഗുജറാത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിലേക്ക് കൊണ്ടുവന്നിട്ട് സെല് ചെയ്യുന്നത് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഓണത്തിനോടനുബന്ധിച്ച്, ലാസ്റ്റ് ഇയർ ഓണത്തിനോടനുബന്ധിച്ച് ഒരാൾക്ക് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ എന്തൊരു പരിപാടി. അപ്പോൾ ഞാൻ ഇവർ 2 പേരും വിളിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ കാര്യമുണ്ട്, നിങ്ങൾ എന്താ പറയുക? അങ്ങനെയല്ല ഡോക്ടറെ, ചെറിയൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങളെന്നാൽ 2 പേരും ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രൊഡക്റ്റ് ഒരു 10-25,000 രൂപയ്ക്ക് മേടിക്കാം. എന്തിനാ ഡോക്ടറെ? ഓണത്തിന് മെറ്റ് ലോഞ്ചസിൽ വരുന്ന ഇത്ര എമൗണ്ടിന് മേളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഗിഫ്റ്റ്, നിന്റെ പ്രൊഡക്റ്റ്, ഐ വിൽ ബൈ ഇറ്റ്. പക്ഷെ നിങ്ങൾ
പോയി കൊടുക്കണം. നിങ്ങളത് നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങളുടെ പ്രൊഡക്റ്റായിട്ട് നിങ്ങളത് കൊടുത്ത് നിങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഐ ലവ് നറിഷിങ് ദം. അങ്ങനെയുള്ള മൈൻഡ് സെറ്റ്. കാര്യം എന്താണെന്നറിയോ, ഇന്ന് ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഓപ്പർച്യൂണിറ്റി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഓപ്പർച്യൂണിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നൊരു തോന്നൽ കാരണം പുറത്തേക്ക് വരുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരുപാട് സ്കീംസ്, അത് ഐ അപ്രീഷിയേറ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരുപാട് നല്ല സ്കീംസും പദ്ധതികളും എല്ലാം ഉണ്ട്. അത് അവെയറല്ല. തൊലിയിൽ ഏത് ക്രീം പെട്ടണം എന്നുള്ളത് അവെയറാണ്. മെർക്കുറി കണ്ടന്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി അവെയറാണ്. എന്തൊക്കെ നല്ല സ്കീംസ് ആണ് ഇന്ന് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആസ് എൻ ഓൺട്രപ്രണർ. എനിക്കൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയനെ നമുക്ക് ഓൺട്രപ്രണർ രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവെയർനെസ് കുറവാണ് നമ്മുടെ കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ കൂടെയുള്ളവരെ നറിഷ് ചെയ്യാനും കൂടെയുള്ളവരെ മെൻറ്റർ ചെയ്യാനും വളർത്താനും ഐ ലവ് ഇറ്റ്. ആൻഡ് ഐ വോണ്ട് ടു സീ ദാറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് വിൽ ബി ദ പ്രൗഡ് മൊമെൻറ്റ്. എൻ്റെ ഈ പറഞ്ഞ വിഷൻ ഓർ മിഷൻ വളർന്ന് 400 ക്ലിനിക് ആകുന്നത് ഞാനില്ലെങ്കിലും വളർന്നോളൂ, കുഴപ്പമില്ല. നമ്മളൊരു സിസ്റ്റം ആക്കിയാൽ നമ്മളില്ലെങ്കിലും വളർന്നോളൂ. ബട്ട് ദ പ്രൗഡ് മൊമെൻറ്റ് വിൽ ബി എൻ്റെ കൂടെയുള്ള ഒരാൾ ഈസ് ഓണിങ് സംതിങ്, ഈസ് ഗ്രോയിങ് ടുഗെദർ, ഈസ് ഗ്രോയിങ് മോർ ദാൻ മീ. ദാറ്റ് വിൽ മേക്ക് മീ പ്രൗഡ്. കാര്യം അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആൻഡ് ഐ മെൻറ്റേർഡ് ഹിം എന്ന് പറയുമ്പോഴത്തേന് ഓ മൈ ഗോഡ്, അത് ദാറ്റ് ഗിവ്സ് മീ, എന്താ പറയുക, നമുക്ക് കിക്ക് തരും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ പറയുക, എൻ്റെ ചേട്ടൻ്റെ പ്രായമാണ്. ഞാൻ അവനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. കാരണം ഒരു 35 വയസ്സിൽ താഴെയുള്ള ആളുകൾ ഇത്രയും സ്വപ്നങ്ങൾ കാണുന്നു, സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു, സ്വപ്നം കാണാൻ ആളുകളെ കൂടെ നിർത്തുന്നു. ആൻഡ് ഐ ഓവ് ദാറ്റ് ടു മൈ ഡാഡ്, എൻ്റെ ഫാദർ. ഞങ്ങൾ ആക്ച്വലി പുള്ളി കുട്ടനാടുകാരനാണ്. അപ്പം കുട്ടനാടിൽ നിന്ന് പുള്ളി ബോംബെയിൽ പോയി, അവിടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ട് സൗദിയിൽ പോയി. ഹി സ്റ്റാർട്ടഡ് ഹിസ് ഓൺ എൻ്റർപ്രൈസ്. അവിടെ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫാദർ ചെയ്യുന്നൊരു ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് പെരുന്നാൾ സമയത്ത്, ഈവൻ വി ആർ ക്രിസ്ത്യൻസ്, ബലിപ്പെരുന്നാളിൻ്റെ സമയത്ത് ഹി യൂസ് ടു ഡു ദാറ്റ്. ആടിനെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നമ്മുടെ എല്ലാ എംപ്ലോയീസിനും കൊടുക്കും. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഹി ടേക്സ് കെയർ ഓഫ് എവ്രിബഡി. ഓരോരുത്തർ വീട് പണിതു എന്ന് പറയുമ്പോഴത്തേന് ഹി ഈസ് വെരി പ്രൗഡ്. അല്ലെ, വീട് പണിയുന്ന സമയത്ത് ആരും അറിയാതെ അവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ മക്കളെ കെട്ടിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുക, അവരുടെ വീട് പണിയുന്നതിൽ ഹെൽപ്പ് ചെയ്യുക. എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ എൻ്റെ വീട് പണി നടന്നിട്ടില്ല. എൻ്റെ കൂട്ടത്തിൽ പലരും സ്ഥലമെടുത്ത്, എൻ്റെ കൂടെയുള്ള എൻ്റെ കൊളീഗ്സ് പലരും വീട് പണിയുന്നതിൽ ഐ എം സോ പ്രൗഡ്. എൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സ്, എൻ്റെ കൂടെയുള്ള മാർക്കറ്റിംഗ് സ്റ്റാഫ് പലരും സ്ഥലമെടുത്ത് വീട് പണിയുന്നുണ്ട്. എനിക്കായിട്ടില്ല ഇതുവരെ വീട്, പക്ഷേ ഐ എം സോ പ്രൗഡ് ഇൻ ദാറ്റ്. അപ്പോൾ അതെല്ലാം എൻ്റെ ഫാദറിൽ നിന്ന് കിട്ടിയ സാധനമാണ്. പുള്ളി അഗ്രികൾച്ചറൽ രീതിയിൽ, എൻ്റെ ഗ്രാൻഡ് ഫാദർ വാസ് എൻ അഗ്രികൾച്ചറൽ പേഴ്സൺ. അപ്പം ഈ പറഞ്ഞ കർഷകനിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഫാദർ ഹി ബിൽട്ട് എൻ എംപയർ ഇൻ സൗദി. അപ്പോൾ അതിലാണ് ഞാൻ ഇൻസ്പയർ. നമ്മൾ ആ ലെഗസി കണ്ടാണ് വളർന്നത്. ഉറപ്പായിട്ടും അത് ആ സ്വെറ്റിലാണ് ഞങ്ങൾ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പെയിൻ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ബെനിഫിറ്റ് എന്താ പറയുക, ഏറ്റവും നല്ല കാര്യം ഞാൻ എന്നിൽ നിന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ യങ് ഓൺട്രപ്രണേഴ്സിലെ, ഫെയിലിയേഴ്സ് ഉണ്ടാവും. 9 ഫെയിലിയർ ആൻഡ് 1 വിൻ മതി, അതുണ്ടാവും. അപ്പം അത് എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് കണ്ട ഒരു കാര്യമാണ്. തോൽവികളുണ്ടാകും, പക്ഷെ അതിൽ നിന്ന് കയറി വരാൻ പറ്റും. അതുകൊണ്ട് നാളെ തോൽക്കാം, വീണ്ടും നോക്കാം. ഡോൾച്ചയ്ക്ക് ഒരു ഉണ്ടാവാം, ഒരു ക്ലിനിക്ക് പരാജയപ്പെടാം, പൊട്ടുക, അടുത്തിടുക, അതും ഞാൻ എൻ്റെ ഫാദറിൽ നിന്ന് പഠിച്ച കാര്യമാണ്. കാര്യം പുള്ളി ചെയ്യേണ്ടാത്തതായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളാണ് പുള്ളിയും ചെയ്യുന്നത്. ഇപ്പം അന്ന പറഞ്ഞിരിക്കുന്ന പോലെ മേ ബി ഐ എം ഡൂയിങ് ബിയോണ്ട് മൈ ഏജ് കപ്പാസിറ്റിയിൽ അപ്പുറത്താണ്. ആൻഡ് ഐ പ്രൗഡ്ലി സേ ദാറ്റ് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ആക്ച്വലി എന്നെക്കാളും പ്രായമുള്ളവർ, എൻ്റെ ഈ മാനേജ്മെൻറ്റ് ടീമിലൊക്കെ 25-30 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള സാറുമാരൊക്കെയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും. ആൻഡ് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ്. അപ്പോൾ അതെല്ലാം ഐ ഓവ് ദാറ്റ് ടു മൈ ഡാഡ് ആൻഡ് മൈ മോം. അടിപൊളി. അപ്പോൾ ഈ യാത്ര ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഡോൾച്ചയുടെ വളർച്ചയിലും, അല്ലെങ്കിൽ ഇപ്പം മെറ്റ്ലോഞ്ചസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഫേമായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര എംപ്ലോയീസ് ഉണ്ട് ഇപ്പോൾ? ഇപ്പോൾ എല്ലാവരും കൂടെ ഡോൾച്ചയിലും മെറ്റ്ലോഞ്ചസിലും എല്ലാം കൂടെ ഓൾമോസ്റ്റ് ഒരു 200-250 250 എംപ്ലോയീസ് ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ എത്ര പേർക്ക് ജോലി കൊടുക്കണമെന്ന് സ്വപ്നം കാണുന്നത്? ഒരു ക്ലിനിക്ക് വരുമ്പോഴത്തേക്കിന് ഓൾമോസ്റ്റ് 12-15 ഡയറക്റ്റ്. ഇൻഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടേക്ക് കൊണ്ടുവരുന്ന വെൻഡേഴ്സ്, സപ്ലയേഴ്സ്, അവിടെ എല്ലാം ആൾക്കാർക്ക് കൂടുതൽ ജോലി സാധ്യതകൾ വരിക. സോ നേഷനിലേക്ക്, നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം ബെനിഫിറ്റ് ആണ്? 600 ക്ലിനിക്ക് ഇൻറ്റു ഓൾമോസ്റ്റ് ഒരു 15. ഞാനൊരു 500 × 12 നോക്കി, 6,000 ആൾക്കാർക്കാണ് നമ്മൾ ഡയറക്ട്ലി എംപ്ലോയി കൊടുക്കാം വിത്തിൻ 5 ഇയേഴ്സ്. ആൻഡ് അത് നമ്മുടെ കൂടെ ഉള്ളവരും കൂടെ സഹകരിച്ചാലും
തമ്പുരാൻ അനുഗ്രഹിച്ചാലോ ഇത് നടക്കുകയുള്ളൂ. ഡെഫിനറ്റ്ലി. സോ ഡെഫിനറ്റ്ലി അത് നടക്കട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു ഇന്റർവ്യൂ ആയിരുന്നു. ബിയോണ്ട് ദ ഏജ്, അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന, ഒരുപാട് ആളുകളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന, അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, 5 വർഷം കൊണ്ട് 6,000 to 10,000 വരെ നമുക്ക് എത്താൻ സാധിക്കുന്ന, എംപ്ലോയ്മെന്റിലേക്ക് എത്താൻ സാധിക്കുന്ന വലിയൊരു സ്വപ്നത്തിന്റെ പുറകിലാണ്. ഇപ്പൊ ഡോൾച്ചെ ഒരുപാട് വളരട്ടെ, ഒരുപാട് ഉന്നതികളിലേക്ക് എത്തട്ടെ. അതിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് അന്ന. താങ്ക് യു സോ മച്ച്. മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളും ഉണ്ടാകും, ഒരുമിച്ച് നമുക്ക് വളരാം അല്ലേ? We'll grow together, we'll dream together. അതെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച്.